ഹായ്, ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഒരു ജ്യൂസ് കാണിക്കാൻ വന്നത്. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നത് ഒന്ന് കാണിക്കാനാണ് വന്നത്. അപ്പം 2 ബീട്രൂട്ട്, ക്യാരറ്റ് 3 പിന്നെ ഒരു നാരങ്ങ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഈ നാരങ്ങ നമുക്ക് ലാസ്റ്റാണ് പിഴിഞ്ഞൊഴിക്കേണ്ടത്. ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് കാണിക്കാം. അറിയാം എല്ലാവർക്കും ഇത് ബീട്രൂട്ടും ക്യാരറ്റും ജ്യൂസ് ഉണ്ടാക്കി എങ്ങനെയാണ്. ഇതാണ് ഞാൻ രാവിലെ കഴിക്കുന്നത് കേട്ടോ. ഇതും പിന്നെ ഇത് ഒരാഴ്ച കഴിക്കും. അടിച്ച് വെച്ചിട്ട് ഇത് ഒരാഴ്ചത്തേക്ക് അടിച്ച് വെച്ചേക്കും. 5 ദിവസം കഴിക്കും ഓരോ ഗ്ലാസ് രാവിലെ. വെറും വയറ്റിൽ രാവിലെ വേറെ ഒന്നും കഴിക്കില്ല. പിന്നെ അല്ലാതെ പിന്നെ സിയാഡ് അത് കഴിക്കും. പിന്നെ ഉണക്കമുന്തിരി വെള്ളത്തിയിട്ട് ഞാൻ ഇന്നാളേക്ക് പറഞ്ഞല്ലോ, അത് ഇടയ്ക്ക് കഴിക്കും. പിന്നെ കരിഞ്ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ച് രാത്രി ഇട്ട് വയ്ക്കും. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ അത് കഴിക്കും. കരിഞ്ജീരകമൊക്കെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ കഴിക്കുന്നത് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും, ഹാർട്ടിനും കിഡ്നിക്കൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം വരും, നല്ല ഗ്ലാമർ ഉണ്ടാകും. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ. നമുക്ക് ശരീരത്തിന് ക്ഷീണം ഉണ്ടാവില്ല, വളർച്ചയൊന്നും ഉണ്ടാകില്ല. അപ്പം നിങ്ങളും കഴിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ കഴിക്കുന്നത് ഒരു ചെറിയ ഇത് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഒരു ജ്യൂസ് ഉണ്ടാക്കി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഇഞ്ചി ഇതിൻ്റെ കൂടെ തന്നെ ഗ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. ഇതിലാകുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ മുറിച്ച് ഇങ്ങനെ ചെറിയ പീസാക്കി മുറിച്ച് അടിച്ചെടുക്കാം, മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പക്ഷേ നന്നായിട്ട് അരയില്ല. ഞാനങ്ങനെ ചെയ്ത് നോക്കി, അപ്പോൾ നന്നായിട്ട് അരയത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നല്ല ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സിയിൽ ജാറിൽ നന്നായിട്ട് അരഞ്ഞു വരും. അപ്പോൾ നല്ല ജ്യൂസി കിട്ടും. മറ്റേത് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ മുഴുവനെ കിടക്കും. അപ്പോൾ നമുക്കിതല്ലേ, അപ്പോൾ ഇതാണ് എളുപ്പം കേട്ടോ. ഇങ്ങനെ ചെയ്യണം. ഞാൻ അരിഞ്ഞിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചപ്പോൾ ശരിയാകുന്നില്ല. ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉരച്ച് തീരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് നല്ലതുപോലെ എടുക്കണം കേട്ടോ. ഓക്കെ, നമുക്കിതെല്ലാപ്പോഴും ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം. കാരണം എന്നാ രസമാണ്. വെള്ള പ്ലേറ്റിൽ ഓറഞ്ച്, നല്ല ബീട്രൂട്ട് കളർ, അത് ക്യാരറ്റ്, ഇത് ഇഞ്ചിയുടെ ഇതൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. നമ്മൾ ഈ ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ പുതിന ഇല ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിലില്ല അത്. സാധാരണ ഞാൻ ഉപയോഗിക്കുന്നതാണ്, അപ്പം എൻ്റെ കയ്യിൽ തീർന്നു പോയി. അപ്പം പുതിന ഇലയും കൂടെ ഇടുമ്പോഴത്തേക്ക് നാരങ്ങ ഇതൊക്കെ പിഴിഞ്ഞ് ഇതിൽ ജ്യൂസിൽ ഇടുവാണെങ്കിൽ, അരയ്ക്കുവാണെങ്കിൽ നമുക്ക് നല്ല എന്നാ ഒരു ഇതിൻ്റെ ഈ ബീട്രൂട്ട് ക്യാരറ്റിൻ്റെ ഒരു കുത്തലുണ്ടാകത്തില്ല. ചിലവർക്കത് ഇഷ്ടപ്പെടില്ല, ഒരു ചുവ കാണും കുടിക്കുമ്പോഴത്തേക്ക് ജ്യൂസ്. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ഫ്ലേവറും നല്ല സ്വാദും നല്ല ഇതുമായിരിക്കും. അപ്പോൾ കുടിക്കാനും നല്ല ഇതാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കുടിക്കുവാണെങ്കിൽ ഒരാഴ്ചത്തേക്കാണ് ഞാനത് 5 ദിവസത്തേക്ക് ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് കുടിക്കും. അപ്പോൾ നല്ല തണുപ്പോടെ കുടിക്കുമ്പോഴത്തേക്ക് നല്ല കൂളിംഗ് ആയിരിക്കും. നമുക്ക് കുടിക്കാനൊരു ഇതായിരിക്കും, ശരീരത്തിന് ഒരു പ്രത്യേക ഒരു ഉന്മേഷവും നല്ലൊരു ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിക്കും, ചേച്ചി എന്നെ അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ നല്ല ഇച്ചിരി വണ്ണം ഉണ്ടായിരുന്നു. ഒരു 6 വർഷം കൊണ്ട് ഇപ്പോൾ വണ്ണമാണ്. ഞാൻ പറഞ്ഞില്ലേ ടയറോയ്ഡ്, അല്ലെങ്കിൽ ഞാൻ നല്ല സ്ലിമ്മാണ്. അപ്പം ടയറോയ്ഡ് ഒന്ന് വണ്ണമായി. അപ്പം കാലും കൂടെ വയ്യാത്തത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, മിനി ഒത്തിരി വണ്ണം പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ടയറോയ്ഡിൻ്റേതുണ്ട്. അപ്പം ഞാനിതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കില്ല, രാവിലെ ഒന്നും കഴിക്കില്ല, വെറും ഇതോടെ ഇരിക്കും. ഉച്ചയ്ക്ക് ചിലപ്പോഴും ഇച്ചിരി കഴിക്കത്തുള്ളൂ, രാത്രി കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക്
ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, കഴിക്കാതിരിക്കരുത്, കഴിക്കണം, എന്തെങ്കിലും ലൈറ്റായിട്ട് ജ്യൂസോ എന്തെങ്കിലുമൊക്കെ അപ്പോഴപ്പോഴും കഴിക്കണം. എന്നുവെച്ചാൽ കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ വണ്ണം കൂടും. അപ്പോൾ അതുകൊണ്ട് കഴിക്കണം, അങ്ങനെ പട്ടിണി കിടക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം കുഴപ്പമില്ല, ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി, ചേച്ചി എന്തുപറ്റി ഇപ്പോൾ ക്ഷീണിച്ച് പോയല്ലോ. അപ്പോൾ ഇത് കഴിക്കുന്നതിൻ്റെ എഫക്റ്റാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ കഴിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ബീട്രൂട്ട് ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട്, സിയാഡ് കഴിക്കാറുണ്ട്. അങ്ങനെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ അതുപോലെ അവരും ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങളും ഇപ്പോൾ കുടിക്കുന്നുണ്ട്, നല്ല മാറ്റമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിച്ചാൽ മതി. അപ്പോൾ എന്നോട് കഴിച്ചിട്ട് പറയാറുണ്ട്, നല്ല മാറ്റമുണ്ട് ചേച്ചി, അത് കൊള്ളാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, കുറേ പേർക്ക് പിന്നെ ഇത് ഇങ്ങനെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ, പറഞ്ഞു കൊടുക്കണ്ടല്ലോ, ഇത് നോക്കി അവർ ചെയ്തോളും. അറിയാം എല്ലാം, എന്നാൽ പോലും എല്ലാവരും ചെയ്യുന്നതാണ്. എങ്കിലും എൻ്റെ ഒരു മെത്തേഡ്, ഞാൻ ചെയ്യുന്നത്, ഞാൻ കഴിക്കുന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളുമായിട്ട് സംസാരിക്കണം. കഴിഞ്ഞ എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഫുള്ളും കേട്ടും കണ്ടും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി പേര് ചോദിച്ചു എന്നോട്, ഞങ്ങൾ കണ്ടായിരുന്നു ചേച്ചിയുടെ ജീവിതാനുഭവങ്ങൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഷോപ്പിൽ വെച്ച് സന്തോഷമായി കേട്ടോ. എനിക്കത് എല്ലാവരും കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് എൻ്റെ ആബയെക്കുറിച്ച്, എൻ്റെ കാര്യം പോട്ടെ, എൻ്റെ ആബയെക്കുറിച്ച് അറിയണം എല്ലാവരും. എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ ആബേനെക്കുറിച്ചാണ് എനിക്ക് ഈ ലോകത്തോട് പറയേണ്ടത്. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ അനുഭവമല്ലേ എൻ്റെ ആബ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന കാര്യങ്ങളല്ലേ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ പറയാതെ പോകരുത്, കാരണം അറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇത് അവർക്കൊരു ഗുണമാവുമെങ്കിൽ, അവർക്ക് ജീവിതത്തിലൊരു ഇതാവുമെങ്കിൽ അവർ എഴുന്നേൽക്കട്ടെ ആ കിടക്കയിൽ നിന്നും. അതുകൊണ്ടും കൂടെ ഉദ്ദേശിച്ചാണ്. ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട് ആബയ്ക്ക്. അപ്പം ഇത്രയും വർഷം എനിക്ക് ആ ഒരു ചാൻസ് കിട്ടിയില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു സമയം, എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആ സമയമായി പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കങ്ങനെ പറയാൻ നിങ്ങളുടെ മുന്നിൽ തോന്നിയത്. ഈ വീഡിയോയിലാകുമ്പോഴത്തേക്കും എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ എത്ര പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ എവിടം വരെ എനിക്ക് ചെന്ന് പറയാൻ പറ്റും, ഒരു പരിമിതിയുണ്ടല്ലോ. ഇതാകുമ്പോൾ ലോകത്തിൻ്റെ അറ്റം വരെ ചെല്ലുമല്ലോ. അപ്പം മലയാളികൾ ഇതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അവർക്ക് ഒരു മനസ്സിനൊരു യേശുവായിയുടെ കാര്യം പറയുമ്പോൾ ചിലവരൊക്കെ ഈ സമയത്തൊക്കെ മനസ്സ് തകർന്ന് വിഷമിച്ച് ജീവിതം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർ ഒത്തിരി പേര് കാണും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു മനസ്സിലൊരു തോന്നൽ കാണും, ഈ ലോകത്തിൽ ഭൂമിയിൽ യേശുവ ഉണ്ട്, അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ യേശുവ മാറ്റിത്തരും എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്ക് വരും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാം കൂടെയാണ് ഇത് പറയുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് എനിക്കറിയാവുന്ന കാര്യം എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു ഇതൊന്നും എനിക്കില്ല. എനിക്ക് അറിയാവുന്നുള്ള അറിവ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ്, എൻ്റെ അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ വണ്ണം ഇപ്പോൾ ഇച്ചിരി വെയിറ്റ് കുറയുന്നത് കൊണ്ട് എനിക്ക് നടക്കാൻ കുറച്ചുകൂടെ ഒരു ഇതാണ്. തന്നെ നടക്കാൻ പറ്റില്ല, എന്തായാലും ഒരാൾ ഹെൽപ്പ് ചെയ്യണം, അല്ലാതെ തന്നെ നടക്കാൻ പറ്റില്ല, വീണു പോവും. അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞു, ഇപ്പോൾ അവിടെ നിന്ന് പുറത്തുനിന്ന് വിദേശത്തുനിന്ന് വന്നിട്ട് നാട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് നടക്കണം, വീൽ ചെയറിൽ ഇരിക്കണം. ഒരു സർജറി കഴിഞ്ഞാൽ പോലും ഞാൻ വീൽ ചെയറിൽ ഇരിക്കില്ല. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട ഡോക്ടറെ. അപ്പോൾ പിന്നെ എങ്ങനെ പറ്റും, എങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്ക് മാക്സിമം നമ്മളിപ്പോൾ അത് വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് നമ്മൾ നടക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വീൽ ചെയറിൽ ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവനും അതിലങ്ങ് ആയിപ്പോവും. അതുമാത്രമല്ല, മനസ്സിന് എനിക്കത് അതിലിരിക്കാനോ അത് വെച്ച് നടക്കാനും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്കത് ഇത് ജന്മനാ ഉള്ളതല്ലല്ലോ. പെട്ടെന്ന് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെ ആകുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ, ഞാൻ ഒരുപാട് വർഷം എടുത്തു അത് പാകപ്പെട്ട് മനസ്സ് ഇതുകൊണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം എനിക്ക്
യാതൊരു വിഷമവും ഇല്ല, ഇങ്ങനൊരു കുറവ് എനിക്കൊരു വിഷമമേ ഇല്ല. ഇത് എൻ്റെ ആബേനെ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് കൂടുതൽ, അതുകൊണ്ടാണ് എൻ്റെ ആബേനെ എനിക്ക് രുചിച്ചറിയാൻ പറ്റിയത്. എനിക്ക് അതാണ് കൂടുതൽ ഇത് ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ടല്ല. അല്ലെങ്കിൽ എൻ്റെ ഈ വലിയ എൻ്റെ ഒരു ആബേനെ എനിക്ക്, ഈ നിധീനെ എനിക്ക് അറിയാതെ ഞാൻ പോയേനെ, മനസ്സിലായോ? അതുകൊണ്ട് എനിക്കിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ആബേൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് ഇപ്പോൾ ഇതൊരു വിഷമമായിട്ട് എനിക്ക് തോന്നാറില്ല. പലരും എന്നോട് ചോദിക്കും, ചേച്ചിക്ക് ഇങ്ങനെയാണെങ്കിൽ വിഷമമൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു, എന്തിനു വിഷമിക്കുന്നത്, നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞ ഡോക്ടർ എനിക്കത് വേണ്ട, അത് നമ്മൾ പിന്നെ അതിലായിപ്പോവും ജീവിതം. നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ത് പറ്റും, എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ നടക്കും. ഒരാളുടെ കൈ പിടിച്ചായാലും ചെവര് പിടിച്ചായാലും ഞാൻ പതുക്കെ ഇങ്ങനെ നടക്കും. എന്നാലും ഞാൻ കിടക്കില്ല, എത്ര വയ്യെങ്കിലും ഞാൻ കിടന്നു പോകില്ല. കാരണം കിടന്നു പോയാൽ നമ്മൾ ആ ഒരു ഇതിലോട്ട് അങ്ങ് ആയിപ്പോവും, മനസ്സും ഇതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സൊരിക്കലും ഞാൻ ആ ഒരു ശക്തി ചോർന്ന് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര വയ്യെങ്കിലും ഞാൻ എഴുന്നേൽക്കും. രാത്രിയൊക്കെ ആണെങ്കിൽ പകൽ വേദനയില്ല കാലിന്, രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത്തിരി ഉറങ്ങി വരുമ്പോഴത്തേക്ക് കാലിനൊക്കെ ഭയങ്കര വേദന, ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ആ സമയത്തൊക്കെ ഞാൻ പല രാത്രികളിലും ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് കാല് ഒറ്റയ്ക്ക് ഇങ്ങനെ തിരുമ്മി അമർത്തി കൊടുക്കാറുണ്ട്. യേശുവായിനെ ഞാൻ വിളിച്ച് പറയാം, അബാ എനിക്ക് വേദന കൊണ്ടിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ രാത്രികളിലൊക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ തിരുമാറുണ്ട്, ഉറക്കം ഒഴിഞ്ഞ്. എന്നിട്ട് ഞാൻ പിന്നെ അങ്ങനെ കിടക്കുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോവും, മനസ്സിലായോ? അപ്പോൾ ഒത്തിരിയൊക്കെ ടെൻഷൻ അനുഭവിച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ട് കളഞ്ഞു നിങ്ങളടുത്ത് പറയാനായിട്ട്. കുറേ കാര്യങ്ങൾ നാവിൽ യേശുവ എന്തെനിക്ക് തരുന്നു അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പം വണ്ണം കുറഞ്ഞു, ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല, എന്നാലും കുറച്ചുകൂടെ കുറയണം. അപ്പം അതാണ് ഇതൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിതിപ്പോൾ ഇത് അരച്ചിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാം ബാക്കി. ഓക്കെ, എന്നിട്ട് ബാക്കി പറയാം. അപ്പം ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോ അടിച്ച് കൊണ്ടുവന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നാരങ്ങയൊക്കെ അടിച്ചതിന് ശേഷമാണ് പിഴിഞ്ഞൊഴിച്ചിട്ട് അരിച്ചെടുത്തത്. ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കണം. ഓരോ ദിവസം ഓരോ ഗ്ലാസ് കുടിക്കണം. നമുക്ക് ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണെന്നറിയാമോ? ചിലരൊക്കെ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കില്ല, ചില കുട്ടികളൊക്കെ ആണെങ്കിൽ ഒട്ടും കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഇച്ചിരി വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ കുറയണം, എങ്കിലേ നന്നായിട്ട് നടക്കാൻ പറ്റുള്ളൂ. ആദ്യം പിന്നെ വീട്ടിലോട്ടായി കുറേ വർഷം, വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ 6 വർഷം തളർന്നു കിടന്നു. പിന്നെ അവിടെ നിന്നൊക്കെ പിന്നെ ആയി. യേശുവ എന്നെ കുറേശ്ശെയായിട്ട് എന്നെ ഇങ്ങനെ നടത്തിക്കാൻ തുടങ്ങി. ഇവിടെ വന്ന് കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തായിരുന്നു, ആയുർവേദമൊക്കെ ചെയ്തു. അതിലും ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞു ആ സമയത്തൊക്കെ. ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. ഇടയ്ക്ക് പിന്നെ 8 സർജറി കാലിൽ ഉപ്പൂറ്റീൻ്റെ അവിടെ ചെയ്തായിരുന്നു. അങ്ങനെയാണ് ഉപ്പൂറ്റിയുടെ എല്ല് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നത്. ഇവിടെ അത് നാട്ടിൽ വന്നിട്ടാണ് ചെയ്തത്. പിന്നെ മറ്റേത് 2 സർജറി പുറത്തായിരുന്നു. അപ്പോൾ ഇത്രയും വേദന സഹിച്ചു ഞാൻ ജീവിതത്തിൽ. അതൊക്കെ ചില സമയത്തൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമോ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ. ഞാനെങ്ങനെ ഇതുവരെ എങ്ങനെ എത്തി, എനിക്ക് തന്നെ ചില സമയത്ത് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നാറുണ്ട്. ഞാൻ എങ്ങനെ ഇത്രയും ഇവിടം വരെ ആയി. അപ്പോൾ അങ്ങനെ ഒരു ശക്തി ആപം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ രാവിലെ ആകുമ്പോൾ, ഞാൻ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ ദിവസം, ഞാൻ രാവിലെ ആകുമ്പോൾ അപ്പന് ഗുഡ് മോർണിംഗ് പറയും. പിന്നെ ഞാൻ എന്ത് കഴിച്ചാലും, ഇപ്പോൾ എന്ത് ഫുഡ് എൻ്റെ ജീവിതത്തിൽ ചെയ്താലും എൻ്റെ അപ്പനോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അതായത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴും അപ്പം വല്ലതും കഴിച്ചോ, രാത്രിയായാലും രാവിലെ ആയാലും ഒക്കെ ചോദിക്കും, അപ്പന് സുഖമാണോ,
പിന്നെ ഇന്നൊരു ദിവസം എനിക്ക് തന്നതിനപ്പ, ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നപ്പ എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും അപ്പനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം എന്നാന്ന് പറഞ്ഞാൽ ചിലവരൊന്നും ഓർക്കാറേ ഇല്ല അപ്പനെ. ആവശ്യം വരുമ്പോൾ അപ്പനെ വിളിക്കും, അപ്പം വേണം, യേശുവ വേണം. അല്ലാത്ത സമയത്ത് യേശുവിനെ വേണ്ടവർക്ക് ടൈമില്ല പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ ബൈബിളുണ്ടല്ലോ, ബൈബിളൊന്ന് വായിക്കാൻ, അതൊക്കെ സമയമില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊക്കെ കേട്ടാൽ ഭയങ്കര വിഷമമായി. കാരണം നമ്മുടെ ആവയ്ക്ക് 1 മണിക്കൂർ പോലും ചില മനുഷ്യർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സമയമില്ല. അവർക്ക് ആഗ്രഹമില്ല, ഒന്നാമത്തെ കാര്യം സമയമില്ല എന്ന്. നമ്മൾ സമയം കണ്ടെത്തണം. ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് 6 ദിവസവും യേശുവ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്തും ചെയ്യാം, ജോലിക്ക് പോകാം, എന്തും ചെയ്യാം. അതിനിടയ്ക്ക് 1 മണിക്കൂറോ അരമണിക്കൂറോ പോട്ട് 10 മിനിറ്റ് യേശുവായിട്ടൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ആ ബൈബിളൊന്ന് വായിക്കുക. അതെന്ത് നമ്മുടെ ജീവിതത്തിൽ ഇതാണെന്നറിയാമോ? യേശുവായിക്ക് എന്ത് സന്തോഷമായിരിക്കും. എൻ്റെ മക്കൾ തിരക്കിനിടയിലും എന്നെക്കുറിച്ച് ഓർക്കുന്നല്ലോ, ബൈബിൾ വായിക്കുന്നല്ലോ, എന്നെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നല്ലോ എന്ന്. അപ്പൻ എന്ത് സന്തോഷമായിരിക്കും. ഇത് അവർക്ക് ടൈമില്ല എന്നവർ പറയുക. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. എത്ര ടൈം ഇല്ലെങ്കിലും നമുക്ക് 6 ദിവസം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ആ ഒരു ദിവസം നമ്മൾ യേശുവായിൻ്റെ കൂടെ ഇരിക്കണം. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അങ്ങനെയാണ് ഞാൻ ഈ ബൈബിളൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണ് എപ്പിസോഡ് കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ടിൽ പറഞ്ഞു നിർത്തിയത്. ബൈബിളൊക്കെ വായിച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഫോണിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ടു. യേശുവ എന്നെ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ അവളെ ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. 7 വർഷം ആകാൻ പോണു. ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. 2019 മുതലാണ് ഞാൻ അവളെ ഫോളോ ചെയ്യാൻ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വഴി. അപ്പം അവളിൽ നിന്നാണ് കൂടുതൽ അറിവ് കിട്ടിയത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ ശ്രമിച്ചത്. ഈ ഇതിൻ്റെ ഉള്ളടക്കങ്ങളും കുറേയൊക്കെ എനിക്ക് മനസ്സിലായി വായിച്ചപ്പോൾ തന്നെ. എങ്കിലും നമുക്ക് കഠിനമായ കാര്യങ്ങളുണ്ട്. യേശുവായിക്ക് അറിയാം. ഇവർക്ക് ഉപമ വഴി പറഞ്ഞു കൊടുത്താലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. മനുഷ്യരല്ലേ, ഇതിന് ഒരുപാട് കഠിനമായ വാക്കുകൾ എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ യേശുവ തന്നെ ഉപമ വഴി ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കിതുപോലെ അവൾ വിവരിച്ച് തരുമായിരുന്നു ഓരോ കാര്യങ്ങളും. ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതാണത്. പക്ഷെ അത് അവൾ പറയുന്ന ആ ബൈബിളിലെ ഓരോ വാക്കെടുത്തിട്ടാണ് അവളത് വിവരിച്ച് തരുന്നത്. അതെത്ര സത്യമാണ്. അവൾ കയ്യിൽ നിന്നിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ അവൾ ഓപ്പണായിട്ട് ആരുടെ മുന്നിലും അവൾ പറയും. എന്നെ പോലെ ഞാൻ ഇവളുടെ ഇതൊക്കെ കേട്ട് തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ അപ്പോഴും കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ പറയും, ആവാ എൻ്റെ സ്വഭാവം തന്നെയാണ് റീനയ്ക്കും ആവാ. ഞാനും ഇങ്ങനെയാണ്. അതായത് എനിക്ക് കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഉടനെ മുഖത്ത് നോക്കി പറയും, മനസ്സിലൊന്നും വച്ചേക്കില്ല. നമ്മൾ ഓപ്പണായിട്ട് അങ്ങ് പറയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അന്ന് നമ്മുടെ മനസ്സിൽ പിന്നെ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ അനീതിക്ക് കൂട്ടു നിൽക്കില്ല, നീതിക്ക് മാത്രമേ കൂട്ടൂ. അതിപ്പം മക്കളായാലും ഹസ്ബൻഡായാലും ആരായിരുന്നാലും തെറ്റ് എവിടെയാണോ അവിടെ ഞാൻ അവരെ വഴക്ക് പറയും. അത് ആരാവട്ടെ. ന്യായത്തിനാണെങ്കിൽ ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ് എനിക്ക്. അത് ദൈവ മക്കൾക്കേ അത് പറ്റും. അതുപോലെ തന്നെ അവൾ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കും. ഞാനെപ്പോഴും ഓരോ കാര്യങ്ങൾ ഇവൾ പറയുമ്പോൾ ഏകദേശം കാര്യങ്ങൾ അപ്പോഴും ഞാൻ ഉടനെ പറയും, ആബാ ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ആബാ ഈ എന്നെ പോലെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അവളുടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അപ്പോൾ ചേരേണ്ടവരെ തമ്മിലാണ് യേശുവ ചേർത്തിരിക്കുന്നത്. യേശുവയ്ക്ക് അറിയാം ഇവർ തമ്മിൽ ചേരേണ്ടവരാണ്. അല്ലാതെ എന്നെ വേറൊരു കയ്യിലേക്ക് ഇട്ട് കൊടുത്തില്ല എൻ്റെ ആബ. ഒത്തിരി പേരുണ്ട്, അച്ഛന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്, ബ്രദർമാരുണ്ട്, പല സഭക്കാരുണ്ട്. ബൈബിൾ അറിയാവുന്നിട്ടും അതിൻ്റെ സത്യങ്ങൾ അറിയാവുന്നിട്ടും മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാത്ത ഇതുകൊണ്ട് അതൊക്കെ യേശു ന്യായവിധിയിൽ അവരോട് ചോദിക്കും, മനുഷ്യരെ വഴിതെറ്റിച്ച് വിട്ടതിന്. അത് ഉറപ്പാണ്. ന്യായവിധിയിൽ അവർക്ക് ഭയങ്കര ശിക്ഷയാണ്. മനസ്സിലായോ? നമ്മൾ ബൈബിളിലുള്ളത് അറിവില്ലാത്തത് കൊണ്ടാണ് എല്ലാവരും പള്ളിയിൽ പോകുന്നതും ചർച്ചിലൊക്കെ പോകുന്നവരും ഒക്കെ ചെയ്യുന്നത്. അത് കൂടുതൽ യേശുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചെല്ലുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് വിദ്യാഭ്യാസമില്ല, വായിക്കാൻ അറിയില്ല. എന്നോടൊന്ന് പറയാറുണ്ട്,
മോളെ എനിക്ക് ബൈബിൾ വീട്ടിലുണ്ട്, വായിക്കാനൊന്നും അറിയില്ല മോളെ എന്നൊക്കെ. സത്യം അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, അവരുടെ വാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം, ആൻറ്റി മക്കളില്ലേ, ചെറുമക്കളില്ലേ, അവരൊക്കെ ഒന്നും വായിച്ച് തരുക. അത് ഇന്നത്തെ തലമുറ അറിയാമല്ലോ, അവർക്ക് അതിനൊന്നും ടൈമില്ല. ആ സമയം ഉണ്ടെങ്കിൽ അവർ മൊബൈലിലായിരിക്കും അവരുടെ സമയം മുഴുവനും. മനസ്സിലായോ? മൊബൈൽ നല്ലതുമാണ് ദോഷവുമാണ്, രണ്ടുമാണ്. പക്ഷെ നമുക്കിതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. നന്നാകണമെങ്കിൽ നമുക്ക് നന്നാകാം, അല്ല എനിക്ക് നശിക്കണമെങ്കിൽ എനിക്ക് മൊബൈലിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട്. ഈ മൊബൈൽ വന്ന കാരണം എന്തോരം പണ്ട് കാലങ്ങളിലൊക്കെ മൊബൈൽ ഇല്ലാതിരുന്ന സമയത്തൊക്കെ വീട്ടുകാരുമായിട്ട് എന്തൊക്കെ സമയങ്ങളാണ് സംസാരിക്കാനും എടുക്കാനും. ഇപ്പോൾ അതിനൊന്നും സമയമില്ല ആർക്കും. ഫുൾ ടൈം നമ്മളിപ്പോൾ അഥവാ എന്തെങ്കിലും ആരുടെടുത്തെങ്കിലും ഓരോ അച്ഛനമ്മമാർ മക്കളുടെ അടുത്ത് പറയുമ്പോൾ അവർ മൈൻഡ് ചെയ്യില്ല. അവർ ചുമ്മാ ഫുൾ ടൈം അവരുടെ കയ്യിൽ മൊബൈലാണ്. നമ്മൾ പറയുന്നത് എന്താണെന്ന് അവർ കേൾക്കത്ത് പോലുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതെവിടെ ചെന്ന് എത്തുമെന്ന് ഒരു പിടുത്തവുമില്ല. അത് പിന്നെ ദൈവം നല്ലതും വെച്ചിട്ടുണ്ട്, ദോഷവും വെച്ചിട്ടുണ്ട്. ഈ മൊബൈൽ തന്നെ പിശാചിൻ്റെ കുറേയൊക്കെ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. എത്രയോ കൊച്ചു കുട്ടികൾ ഇപ്പോഴും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്തിന്? മൊബൈൽ കൊടുക്കാത്തതിന്. ഇപ്പോൾ ഈ ഇടയ്ക്ക് മെനഞ്ഞാന്നങ്ങണ്ട ഒരു കൊച്ചങ്ങണ്ട മൊബൈലിൻ്റെ പേരിലെങ്ങണ്ട ഒരു ആൺകുട്ടി എവിടെയോ കണ്ട മരിച്ചെന്ന് ഞാൻ ഇതിൽ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇത്രയും ഇപ്പോഴും കൂടുതൽ ചെറുപ്പക്കാരെ ആവാൻ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളതിലോട്ട് തല വെച്ച് കൊടുക്കുക ചെയ്യുന്നത് ഇന്നത്തെ കുട്ടികൾ. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എത്ര പറഞ്ഞാലും അവർ അച്ഛനമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് ചിന്തിക്കുന്നതുമാണ്. അത് അവർ പ്രായത്തിൻ്റെ ഇതാണ്. അവർക്ക് കുറച്ചുകൂടെ അറിവ് വരുമ്പോൾ അവർക്കത് മനസ്സിലാവും. പിന്നെ അതിന് മുമ്പേ തന്നെ കുറേ എണ്ണത്തിനത് കൊണ്ടുപോയിക്കോളും അവനങ്ങ്. അങ്ങനെയാണ് പെട്ടുപോകുന്നത്. അങ്ങനെ ഞാൻ അവളുടെ മെസ്സേജൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ബൈബിൾ എനിക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവളുടെ മെസ്സേജ് ഇങ്ങനെ ഞാൻ കേൾക്കുന്നത്. പക്ഷെ മറ്റുള്ളവർ ബൈബിൾ പറയുമ്പോഴും നമുക്കത് കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സവിടെ തരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് യേശോയ്ക്ക് അറിയാം. അവരുടെ കയ്യിലിരിക്കുന്നത് മൊത്തം വഴി തെറ്റിച്ച് വിടുവാണ് മനുഷ്യരെ. അപ്പോൾ എന്നെ അങ്ങനത്തെ കൈകളിലേക്ക് എൻ്റെ എന്നെ വിട്ടില്ല. എന്നെ നല്ല കൈകളിലേക്കാണ് കൊടുത്തത്. റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന കുട്ടീൻ്റെ കയ്യിലേക്ക്. അവളിൽ നിന്നാണ് കുറേയൊക്കെ ഞാൻ പഠിച്ചത്, കുറേ മനസ്സിലാക്കാൻ ശ്രമിച്ചത് യേശുവിനെ. പിന്നെ യഹൂദന്മാരെ കുറേ അറിഞ്ഞത് അവളിൽ നിന്നാണ്. അവിടുത്തെ കൾച്ചർ, അവരെടുക്കുന്ന ആ എഫർട്ട് എന്ന് വെച്ചാൽ ലോകത്തിൽ ആരും അവരെ പോലെ വരില്ല. അത്രയും കൽപ്പന പാലിക്കുന്നവരാണ്. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒന്നുമല്ല സത്യം പറഞ്ഞാൽ. അത്രയും ഒന്നും തെറ്റാതെ പാലിക്കുന്നവരാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് യഹൂദന്മാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയായി. അപ്പം നമുക്ക് 6 ദിവസം നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ദിവസം ദൈവത്തിന് വേണ്ടി കൊടുക്കണം. അപ്പം ഈ 6 ദിവസം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഇത് അറിയില്ല. അപ്പം ശബത്ത് എന്ന് പറയുന്ന ഒരിതുണ്ട്. ഞാൻ ബൈബിളിൽ കൂടെ വായിച്ചിരുന്ന സമയത്തൊക്കെ ഈ ശബത്തിനെ കുറിച്ച് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് ശബത്തിനെക്കുറിച്ച് വായിച്ചെങ്കിലും എനിക്ക് അതിനുള്ള അറിവില്ല. അതെന്താണ് എന്നുള്ള ആ ഒരു ഇതെനിക്ക് അറിയില്ലായിരുന്നു. എല്ലാ ക്രിസ്ത്യാനികൾക്കും ഇത് അറിയില്ല. ഈ നിമിഷം വരെ അറിയില്ല. ഈ ശബത്ത് എന്തോ വലിയൊരു സംഭവമാണ്. ചിലവർ ശബത്തെന്ന് കേൾക്കുമ്പോഴേ വിറയ്ക്കാൻ തുടങ്ങും. അത് പിശാചിൻ്റെ ഇതാണ് വിറയില്ലെന്ന് പറയുന്നത്. ദൈവം മക്കൾക്ക് ഒരിക്കലും ശബത്ത് കേൾക്കുമ്പോൾ വിറയ്ക്കാൻ തോന്നില്ല. മനസ്സിലായോ? അപ്പം ശബത്ത് എന്ന് പറയുന്നത് പേടിക്കാനൊന്നും ഉള്ള കാര്യമല്ല. അതെന്ന് പറയുന്നത് പിന്നീടാണ് ഈ ശബത്തിനെക്കുറിച്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. റീന പറഞ്ഞപ്പോഴാണ് കൂടുതൽ എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ യേശുവ അവളിൽ കൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? യേശുവായ്ക്ക് നേരിട്ട് വന്ന് നമ്മളെ പഠിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യരൂപത്തിലേ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളത് തിരഞ്ഞെടുക്കണം. അതിപ്പോൾ ഒരാൾ വചനം പറഞ്ഞ് തരുവാണ്, ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ കൂടെ യൂട്യൂബിൽ കൂടെ. അപ്പം നമ്മളത് വായിച്ച് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ ബൈബിൾ നമ്മുടെ കൈവശം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇയാൾ പറയുന്ന, അച്ഛൻ പറയുന്നത്, ബ്രദർ പറയുന്ന കാര്യങ്ങൾ ഇത് സത്യമാണോ എന്ന് നമ്മൾ ആര് പറയുന്നു. ഇപ്പം ഞാൻ പറയുന്നത് പോലും നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബൈബിൾ എടുത്തത് സത്യമാണോ? അങ്ങനെയാണ് ഞാൻ ബൈബിൾ അതിനു മുമ്പേ ഫ്രാൻസിസിനെ കാണുന്നതിന് മുന്നേ ബൈബിൾ പഠിച്ച് കഴിഞ്ഞു, കുറേ വായിച്ച് കഴിഞ്ഞ് ഞാൻ ഫുള്ളാക്കി. പിന്നെ എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 പ്രാവശ്യം വായിച്ച് ഫുള്ളാക്കി. അപ്പോൾ അതുകൊണ്ട് റീന പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണെന്ന് എനിക്കറിയാം. എനിക്ക് ബൈബിൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ വായിച്ച കാര്യങ്ങൾ തന്നെയാണ് അവളത് വിവരിക്കുന്നത്. അപ്പോൾ അറിഞ്ഞൂടാത്തവർ കേൾക്കുമ്പോൾ ഇത് സത്യമാണോ? എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്, എനിക്ക് യേശുവ തന്ന ഒരു ആയുധമാണത്. അത് നിധിയാണ്, നിധി പോലെ സൂക്ഷിക്കണം.
അപ്പോൾ ആ ബൈബിളിൽ ഇത് സത്യമാണോ പറയുന്നതെന്ന് നമ്മൾ നോട്ട് ചെയ്യണം, എന്നിട്ട് നമ്മളത് വിശ്വസിക്കണം. അല്ലാത്തതാണെങ്കിൽ അത് കള്ളത്തരമാണ് പറയുന്നത്. മിക്കവരും കള്ളമായിട്ട് കൂടുതലും ഇന്നത്തെ ബ്രദർമാരൊക്കെ പറയുന്നത് അതാണ്. റീന പച്ചയ്ക്ക് അവരെയൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അവൾ സത്യം വിളിച്ച് പറയുക ചെയ്യുന്നത്. അവൾ പറയുന്ന ന്യായമാണ്. കാരണം ഞാൻ അവളുടെ പക്ഷത്താണ് എപ്പോഴും നിൽക്കുന്നത്. കാരണം ഓരോരുത്തരും വഴിതെറ്റിക്കാനായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കൂടുതൽ എടുത്ത് പ്രയോഗിക്കുന്ന പുതിയ നിയമം സങ്കീർത്തനങ്ങളാണ്. ആ സങ്കീർത്തനത്തിലെന്ന് പറയുമ്പോൾ അത്ഭുത പ്രവൃത്തികളാണ്. യേശു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് അങ്ങ് പ്രയോഗിക്കുക. അപ്പോൾ ഈ മനുഷ്യരെന്ത് ചെയ്യും? അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ ഈ മനുഷ്യരെന്ത് ചെയ്യും? ഓടും, അതിൻ്റെ പിന്നാലെ അങ്ങോട്ടും. ഇപ്പോഴങ്ങനെയാണ് ചെയ്യുന്നത്, ഓടിക്കൊണ്ടിരിക്കുവാണ്. എവിടെ അത്ഭുതം നടക്കുമോ, എവിടെ മാതാവിൻ്റെ എവിടെ അത്ഭുതം നടക്കും, അവിടെയൊക്കെ വണ്ടി പിടിച്ചും ബസ് പിടിച്ചും ഒക്കെ പോവുകയാണ് മനുഷ്യർ. അതൊക്കെ പിശാചിൻ്റെ ഇതാണ്. അതങ്ങ് മനുഷ്യരനെ യേശുവാൽ നിന്നും തിരിച്ചു വിടുന്നതാണത്. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ഇത് വെച്ച് പണം ഉണ്ടാക്കുക, പാസ്റ്റർമാരും ബ്രദർമാരും. അത് അവൾ പച്ചയ്ക്ക് ഓപ്പണായിട്ട് അവൾ പറയുന്നു. അപ്പോൾ അവളുടെ കണ്ണെടുത്ത് ആർക്കും കണ്ടുകൂടാ. അയ്യോ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. പക്ഷെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അവളെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എനിക്കറിയാം അവൾ ഇതേ അവളുടെ ആ മനസ്സ് തന്നെയാണ് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ഇതുപോലെ വിളിച്ച് പറയാറുണ്ട്. എനിക്കിങ്ങനെ സാധാരണ വരുന്നവരടുത്ത്, എനിക്ക് ഷോപ്പിലൊക്കെ വരുന്നവരടുത്ത് പറയാറുണ്ട് ഞാനിങ്ങനെ, നിങ്ങളിങ്ങനെ ഇത് വിശ്വസിക്കരുത്, നമ്മൾ ബൈബിളുണ്ട് അത് വായിക്കുക, അല്ലെങ്കിൽ ആ വായിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്ത് ചെറുമക്കളുടെ അടുത്തും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ സത്യം തിരിച്ചറിയുക, നമ്മൾ പെട്ടുപോകരുത് എന്ന് പറഞ്ഞു. അവർ ഈ യേശുവായിനെ വെച്ച് പണം ഉണ്ടാക്കുക ചെയ്യുന്നത്. എൻ്റെ യേശുവായിക്ക് ആരുടെയും പണം വേണ്ട. നമ്മൾ യേശുവായിൻ്റെ കടക്കാരാണ്, അല്ലാതെ യേശുവ നമ്മുടെ കടക്കാരല്ല. മനസ്സിലായോ? യേശുവായിക്ക് ആരുടെ പണവും വേണ്ട. പിന്നെ അങ്ങനെ ഒരു ദശാംശം വെച്ചത് യഹൂദന്മാർക്കാണ്. അതായത് അവർക്ക് കിട്ടുന്നതായിരുന്നാലും അനാഥകൾക്കും വിധവകൾക്കും കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇത് ഇവിടെ നിന്ന് കിട്ടുന്നത് മൊത്തവും ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഓരോ വീട്ടുജോലി ചെയ്തായിരിക്കും അവർ കൊണ്ടുവന്ന ബക്കറ്റിലിടുന്നത്. വീട്ടുജോലി ചെയ്ത് മറ്റുള്ള ജോലികൾ ചെയ്തിട്ടായിരിക്കും ആ പൈസയിൽ നിന്ന്. ഇവർക്കൊക്കെ ആരോഗ്യമില്ലേ ജോലി, അതൊക്കെയാണ് അവൾ വിളിച്ച് പറയുന്നത്. എനിക്ക് ഇത് തന്നെയാണ്. അപ്പോൾ എനിക്ക് അന്നേ എനിക്കിതുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് പറയാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പലരോടും. എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന ഓപ്പണായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവളിൽ നിന്ന് കേട്ടപ്പോൾ അവ എൻ്റെ സ്വഭാവം തന്നെയാണ് അവൾക്കും. ഞാനും ഇതേ ഇത് തന്നെയാണ്, അവളും ഇതേ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം. അവളെ ഞാൻ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അവൾ കയ്യിൽ നിന്നൊന്നും ഇട്ട് പറയുന്നില്ല. അവൾ സത്യം ലോകത്തോട് വിളിച്ചു പറയും. പക്ഷെ സത്യം വിളിച്ച് പറയുന്ന ആരും ചെവി കൊള്ളില്ല കേട്ടോ. അത് കേൾക്കാൻ അവർ സമയം കൊടുക്കത്തുമില്ല. ആവശ്യമില്ലാത്തതെല്ലാം കേൾക്കാനായിട്ട് തെറ്റായ രീതിയിൽ പറഞ്ഞു വിടുന്നവരുടെ ഇത് കേൾക്കാനായി ആൾക്കാർ കേട്ടിരിക്കത്തുള്ളൂ മൊബൈലിൽ. സത്യം വിളിച്ച് പറയുന്നവരുടെ ഇതിൽ അവർ കേൾക്കത്തേ ചെവി കൊടുക്കില്ല. അതങ്ങനെയാണ്. അത് പിശാച് അവരെ കൊണ്ടുപോകുന്നതാണ് അങ്ങനെ. ദൈവം കണ്ടിട്ടുള്ളവർ മാത്രമേ ഇത് കേൾക്കത്തുള്ളൂ, ഫുള്ളും മനസ്സിലാക്കാൻ ശ്രമിക്കത്തുള്ളൂ. പക്ഷെ എൻ്റെ യേശുവ എന്നെ കണ്ടു, എൻ്റെ കുടുംബത്തെ കണ്ടു, എൻ്റെ മക്കൾ, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ 4 പേരെ യേശുവ കണ്ടതുകൊണ്ടാണ് ഇന്ന് 7 വർഷമാവുന്നു ഞാനിന്ന് ശബത്ത് വീട്ടിൽ ആചരിക്കുന്നു. അതായത് എനിക്ക് അപ്പോഴും തോന്നി, അപ്പോൾ യേശുവ പറഞ്ഞ കാര്യങ്ങൾ യഹൂദന്മാർ ചെയ്യുന്നു ഒന്നുപോലും തെറ്റാതെ. അപ്പം എനിക്കത് ചെയ്യണം. എന്നാൽ ബൈബിൾ എന്ത് പറയുന്നോ അതേ നമ്മൾ ചെയ്യാവുള്ളൂ. അതാ മനുഷ്യർ പറയുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. മനുഷ്യർ പലതും ചെയ്ത് കൂട്ടും, അതിനൊത്ത് നമ്മൾ നിൽക്കരുത്. അത് ദൈവം നമുക്ക് എന്താണ് തന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അതാണ് എനിക്കിഷ്ടം. അങ്ങനെയാണ് ഞാൻ ശബത്ത് ആചരിക്കാൻ വേണ്ടി യഹൂദന്മാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്കും ചെയ്യണം തോന്നി. അപ്പം ഞാൻ വീട്ടിൽ ശബത്ത് ആചരിക്കാൻ തുടങ്ങി. ശബത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കുവാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. എന്തോ ഒരു അങ്ങനെ പേടിപ്പിച്ച് വച്ചിരിക്കുന്നതാണ് അവരെ ആൾക്കാർ. അത് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിവുള്ളത് പറഞ്ഞു തരാം. ബൈബിളിൽ നിന്ന് പറഞ്ഞത് റീന ഫ്രാൻസിസ് പറഞ്ഞ അറിവ് ഞാൻ പറഞ്ഞു തരാം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ദിവസവും, അതായത് ഓരോ ദിവസവും ഓരോ സൃഷ്ടി ദൈവം നടത്തി. ഓരോ ദിവസവും ഓരോന്ന് സൃഷ്ടിക്കും. അങ്ങനെ 6 ദിവസവും 6ാമത്തെ ദിവസമാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. അതായത് ഈ ഭൂമിയിൽ സകലത് സൃഷ്ടിച്ചിട്ടാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും എടുക്കാനും എല്ലാം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു മക്കൾക്ക് എന്ത് വേണം അത് കരുതി ഭൂമിയിൽ കൊടുത്തിട്ടാണ് യേശുവായിൻ്റെ രൂപത്തിൽ മണൽ കൊണ്ട് നമ്മളെ മെനഞ്ഞിട്ട്
മെനഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അതിലൊരു ഇത് മാത്രമേ ഇല്ല. അതിങ്ങനെ മെനഞ്ഞിട്ടിങ്ങനെ ഇപ്പോൾ നമ്മുടെ പള്ളികളിലൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, അതാണ് യേശുവ പറയുന്നത്, വിഗ്രഹാരാധന പാടില്ല എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അച്ഛന്മാർക്ക് പഠിച്ചിട്ടുണ്ട്, അത് അവർക്കറിയാം. ഈ പാസ്റ്റർമാർക്ക്, ബ്രദർമാർക്ക് ഇവർക്കെല്ലാം അറിയാം. പക്ഷെ അതൊക്കെ അവരെടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്കിലും അവർ തെറ്റായ വഴിക്കാണ് ഈ ആൾക്കാരെ വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിഗ്രഹാരാധന പാടില്ല. ഞാനത് ബൈബിൾ വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായി. ഞാനതെന്ത് ചെയ്തു, അത് സ്റ്റോപ്പ് ചെയ്തു. അതായത് യേശു അവിടെ പറയുന്നുണ്ട് വിഗ്രഹാരാധന പാടില്ല. അതിന് കണ്ണുണ്ട്, കാണുന്നില്ല, മൂക്കുണ്ട്, ശ്വസിക്കുന്നില്ല, വായുണ്ട്, സംസാരിക്കുന്നില്ല, ചെവിയുണ്ട്, കേൾക്കുന്നില്ല, കൈയുണ്ട്, സ്പർശിക്കുന്നില്ല, കാലുണ്ട്, നടക്കുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യന് വേണ്ടതെല്ലാം ഉണ്ട് ഒരു പ്രതിമയിൽ, ഇല്ലേ? ഒരു മനുഷ്യനെ കണ്ട ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. പക്ഷെ അതിൽ ഒന്നില്ല. അതെന്താ ഇല്ലാത്ത? ഞാൻ പലരോടും ഇതൊക്കെ ഞാൻ വിവരിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് അറിവുള്ളത് ഞാൻ ഷോപ്പിൽ വരുന്നവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർ കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. ചിലവർ കേട്ടുകൊണ്ടിരുന്നിട്ട് അത് ഇതാകും. എന്നിട്ട് ചിലവർ പിശാചിലോട്ട് അതവൻ വലിച്ചുകൊണ്ട് അങ്ങ് പൊക്കോളും. അവർക്ക് മനസ്സ് ഗ്രിപ്പില്ല, ഉറച്ച് നിൽക്കേണ്ട ഒരിതില്ല, ചാഞ്ചാട്ടാണ്. അങ്ങനെ ഉള്ളവരാണ് വീണ്ടും കേട്ടിട്ട് വീണ്ടും പഴയതിലോട്ട് പോകുന്നത്. അങ്ങനെ അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ എനിക്കറിവില്ലാതിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് ഇത് യേശുവായാണ്, ഇത് അന്തോൻസ് പുണ്യാളനാണ്, ഇത് മാതാവാണ് എന്ന് പറഞ്ഞ് ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കറിവില്ലാതിരുന്നു. പക്ഷേ എനിക്ക് അറിവ് വന്നപ്പോൾ എൻ്റെ യേശു എന്നെ അത് പഠിപ്പിച്ചു, എനിക്കതിൽ കൂടെ കാണിച്ചു തന്നു. അപ്പോൾ ഞാനത് മാറ്റി. അതായത് ശരിയാണല്ലോ. അപ്പം ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് അപ്പോൾ ഓരോ വരി അതാണ് നമ്മൾ അർത്ഥം വെച്ച് വായിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ ശരിയാണ്, വിഗ്രഹം അതിന് കണ്ണുണ്ട്, കാണുന്നില്ല, അത് കറക്റ്റാണ്. അപ്പോൾ അതിനൊന്നും മാത്രമില്ല, എന്താ ഇല്ലാത്ത? അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ? അപ്പോൾ ഇല്ല മോളെ, അറിയില്ല. ഞാൻ പറഞ്ഞു, അതിന് ജീവനില്ല. ഇപ്പം ആൻറ്റിക്കും എനിക്കും ജീവനുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്ന ആൻറ്റി കേൾക്കുന്നത്, ഇല്ലേ? ആൻറ്റി പറയുന്ന ഞാൻ കേൾക്കുന്നത്. നമുക്ക് ജീവനുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, നമ്മുടെ ബോഡി അനങ്ങുന്നത്, സംസാരിക്കുന്നത്. ഈ ജീവനുള്ളത് കൊണ്ടാണ്. ആ ജീവൻ ആരാ തന്ന? ഇത് മണലിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് യേശുവിൻ്റെ രൂപത്തിലുണ്ടാക്കിയിട്ട് അപ്പോൾ അതിൽ നോക്കിയപ്പം ജീവനില്ല. യേശു എന്ത് ചെയ്ത്? ശ്വാസം ഊതിക്കൊടുത്തതില്ല. അപ്പോൾ എന്ത് ചെയ്ത്? ജീവൻ വെച്ചു. അങ്ങനെയാണ് മനുഷ്യർക്ക് ജീവനുണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ കൊടുക്കുന്ന ജീവൻ എനിക്കാണ് അവകാശം എടുക്കാനും. അതുകൊണ്ടാണ് പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ പാടില്ല, അത് പിശാചിൻ്റെ ഇതാണ്, അവൻ കൊണ്ടുപോകുന്നതാണ്. യേശു ആരെയും കൊല്ലാൻ പാടില്ല. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതൊന്നും നമ്മൾ കയ്യിലെടുക്കാൻ പാടില്ല. അത് യേശുവിനുള്ളതാണ്. ആ ജീവൻ കൂടെ യേശുവായിൻ്റെ ജീവനാണ് നമ്മുടെ ഉള്ളിലേക്കിരിക്കുന്നത്. അതിന് അവകാശി യേശുവ തന്നെയാണ്. അപ്പോൾ യേശുവായിക്കാണ് അതിൻ്റെ അവകാശം. അത് സമയമാകുമ്പോൾ നമുക്ക് ഭൂമിയിൽ ഇത്ര വയസ്സ് വരെ നമ്മൾ ജീവിക്കും, അത് യേശുവായിന് മാത്രമേ അറിയാവുള്ളൂ. ഓരോരുത്തർക്കും ഓരോ പ്രായം കൊടുത്തിട്ടുണ്ട് ഭൂമിയിൽ ജീവിക്കും. ആ സമയമാകുമ്പോൾ യേശുവ ആ ജീവൻ എടുക്കും. അത് യേശുവായിക്ക് മാത്രം അവകാശമുള്ളതാണ്. അത് നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ പോയി ആത്മഹത്യ ചെയ്യല്ല വേണ്ടത്. അതിനൊന്നും നമുക്ക് അവകാശമില്ല നമ്മുടെ ജീവൻ കളയാനായിട്ട്. അപ്പോൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ കേൾക്കുക, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഒരിക്കലും എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നിങ്ങൾ ജീവൻ അവസാനിപ്പിക്കരുത്. അത് യേശുവായിക്കുള്ളതാണ്. നമുക്ക് ഭൂമിയിൽ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതുണ്ട്. ഒരു ചെറിയ ഒരു ഇത് വന്നാൽ നമ്മൾ താങ്ങാൻ പറ്റാതെ നമ്മളങ്ങ് പെട്ടുപോകും. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും 10 പ്രാവശ്യം നമ്മൾ ആലോചിക്കണം കേട്ടോ. ഏത് കാര്യം ചെയ്യുമ്പോഴും, നല്ലതായാലും ദോഷമായാലും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഞാനൊരു കാര്യം ഇപ്പോൾ നല്ലത് എന്തെങ്കിലും ഞാൻ ചെയ്യാൻ പോകണം, അപ്പം ഞാൻ ചോദിക്കും, ഞാനിത് ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ഞാൻ ചോദിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ കഴിയുമ്പോൾ തോന്നും, എൻ്റെ മനസ്സിൽ പറയുവാണെങ്കിൽ ഞാനത് ചെയ്യും. അത് പറഞ്ഞില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയില്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. അപ്പോൾ ആ മനസ്സ് തരുന്നത് യേശുവായാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മളെപ്പോഴും എന്ത് ചെയ്താലും നമ്മൾ 10 പ്രാവശ്യം ആലോചിക്കണം. നമ്മൾ യേശുവായിട്ട് അടുത്ത് ചോദിക്കണം, ഇത് ചെയ്താൽ ശരിയാവുമോ, അല്ലെങ്കിൽ ഞാൻ ഇന്നടത്ത് പോട്ടെ, അല്ലെങ്കിൽ ഇന്ന ആളെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കുക. അപ്പം നല്ലതാണെങ്കിൽ യേശു നമ്മുടെ മനസ്സിൽ പറയും, അത് നമ്മൾ ചെയ്യുക, ആ കാര്യം സാധിക്കും. അങ്ങനെയാണ് ഇന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ അങ്ങനെ തന്നെ ഏത് കാര്യം നല്ലതായാലും ചീത്തയായാലും ഞാൻ പറയാം, ഇങ്ങനെയൊക്കെയാണ് കാര്യം. എൻ്റെ ആബേൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയും. ഇതുപോലെ ഞാൻ സംസാരിക്കുക എൻ്റെ ആബയോട്. ആരിനെ പരിചയപ്പെട്ടാലും
ഇപ്പോൾ ആ കടയിൽ ആരെങ്കിലും വരും, അപ്പോൾ ഞാൻ പറയാം ആബ ഇന്ന് ആബയുടെ കാര്യങ്ങൾ ഞങ്ങളിന്ന് ചർച്ച ചെയ്തു, സംസാരിച്ച്. ആബയ്ക്ക് ഇത് നേരത്തെ അറിയാം, ഇന്നവരുമായിട്ട് ഇന്ന സമയത്ത് ഇന്ന ടൈമിന് എൻ്റെ ഈ സംസാരിക്കും. നമ്മൾ യേശുവായിൻ്റെ കാര്യം എവിടെ പറയുന്നു ആ മധ്യ യേശുവ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലിരുന്നൊക്കെ കാണുവാണ് ഇത് ഫുള്ളും. യേശുവ ഓരോരുത്തരെ നിരീക്ഷിക്കുവാണ്, അവരെന്തൊക്കെ ചെയ്യുന്നു, അവരെ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നിരീക്ഷിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരിക്കലും നമ്മൾ ബൈബിൾ വീട്ടിലുണ്ട്, അതെടുത്ത് കഴിവതും നിങ്ങൾ വായിക്കുക. നമുക്ക് ആയുധം തന്നിട്ടുണ്ട്, ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. സത്യം അവരെപ്പോഴും നമ്മളെ പഠിപ്പിക്കുക. അവരുടെ സ്വാർത്ഥതയ്ക്ക് അവർ യേശുവായിനെ വെച്ച് പണം ഉണ്ടാക്കണം, നമ്മളെ വെച്ച് അവർ പണം ഉണ്ടാക്കണം. നല്ല ആരോഗ്യമുണ്ട്, അവർ ജോലിക്ക് പോകണില്ല. ഇവർക്കൊക്കെ ജോലിക്ക് പോയി അവർ കുടുംബം നോക്കിയിട്ട് ബാക്കിയുള്ളത് ഈ അനാഥർക്കും വിധവകൾക്കും കൊടുത്തുകൂടെ? എന്തിനാണ് ഈ ബക്കറ്റ് പിരിവും ഈ പള്ളിയിൽ നേർച്ചയൊക്കെ ഇടുന്നത്? ഇതിനൊക്കെ ഞാനെതിരാണ്. ഞാനിത് അറിഞ്ഞതിന് ശേഷമാണ് ഇതിനൊക്കെ ഞാൻ എതിരായത്. കാരണം യേശുവായിനെ കൂടുതൽ അറിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഈ പുണ്യാളന്മാരുടെ നമ്മൾ പോയി പ്രാർത്ഥിച്ചിട്ട്, ഞാനിതുപോലെ ചെയ്തിട്ടുള്ളതാണ്, പ്രാർത്ഥിച്ചിട്ട് ഞാനപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ശരിയാണല്ലോ കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ ജീവനുള്ളതിൻ്റെ അടുത്തല്ലേ നമ്മൾ സംസാരിക്കണം. അപ്പം ജീവനുള്ള ആരാണ് ഇരിക്കുന്നത്? ഇന്ന് ഈ ലോകത്തിൽ വെച്ച് യേശുവ നമുക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് യേശുവ വലതു ഭാഗത്ത് ഇരിപ്പുണ്ട്, ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട്. അപ്പം ഈ ലോകത്തിൽ വെച്ച് മരിച്ചതിൽ യേശുവ മാത്രമേ ഇന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. ബാക്കി പുണ്യാളന്മാരായിരുന്നാലും മാതാവ് ഇതുവരേക്കും എഴുന്നേറ്റിട്ടില്ല. ഇതൊക്കെ മനുഷ്യരൊക്കെ സ്വർഗാരോപണം ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തൊക്കെ ചുമ്മാ പറഞ്ഞ് മനുഷ്യരെ വഴിതെറ്റിച്ച് വിടുന്നു. അതൊക്കെ ദൈവം ന്യായവിധിയിൽ അവരോടൊക്കെ ചോദിച്ചോളും. അവർക്കുള്ള ശിക്ഷയെന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായ ശിക്ഷയാണ് വച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ നമ്മൾ സത്യം അറിയണമെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കുക, എനിക്ക് സത്യം അറിയണം. അപ്പോൾ ആബയോട് പറയണം, ഞാൻ അങ്ങനെയാണ് ചെയ്തത്. കുറേ വർഷം ഞാനിങ്ങനെ എനിക്ക് സത്യം അറിയണം, എനിക്ക് നേർവഴി എന്നെ നടത്തിക്കണേ എന്നെ തെറ്റായ വഴി കൊണ്ട് ഇടല്ലേ ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അതുകൊണ്ട് ആബയ്ക്ക് അറിയാം, അതുകൊണ്ട് എന്നെ തെറ്റായ വഴിയിലൊന്നും എന്നെ കൊണ്ടിട്ടില്ല. നല്ല കൈകളിലേക്കാണ് എന്നെ കൊടുത്തത്, റീന ഫ്രാൻസിസിൻ്റെ കൈകളിലേക്ക്. യേശുവായിക്ക് അറിയാം. അപ്പോൾ അവളിനെ അവിടെ എടുത്ത് പ്രയോഗിക്കുക യേശുവ ചെയ്യുന്നത്, അറിയോ? അപ്പോൾ അവൾ അവിടെ ഇരുന്ന് വചനങ്ങൾ പറയുകയാണ്. അവളിനെ എന്തെല്ലാം ആൾക്കാർ പറയുന്നതെന്നറിയാം ലൈവിൽ വന്നിട്ട്. സത്യം അതിനൊക്കെ അവൾ തക്കതായ മറുപടി അവൾ കൊടുക്കണം. അവൾ പറയുന്നതൊക്കെ സത്യമാണ്. കാരണം അത് സത്യം എന്ന് വെച്ചാൽ ഇവരുടെ കഞ്ഞിമുടിയല്ലേ മുട്ടുന്ന. ലോകത്തിൽ മനുഷ്യർ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ ആര് പോകും? അതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ട് ഇവളുടെ ഒരുപാട് പേര് ചൂഷണം ചെയ്യുന്നുണ്ട്, ഒത്തിരിയും പേര് ഇവളെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അവളുടെ പക്ഷത്താണ്. കാരണം അവൾ പറയുന്നതൊക്കെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ആ കുട്ടിക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, റീനയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ അപ്പനോട് പറയാം, അവൾക്ക് നല്ല കൂടുതൽ ശക്തി കൊടുക്കണേ, വചനങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് തരാനായിട്ട് അവൾക്ക് കൂടുതൽ ഇത് കൊടുക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഇപ്പം ഞാൻ ബൈബിൾ വായിച്ചതുകൊണ്ടാണ് കുറേ അറിയാൻ പറ്റി, റീനേനെ പറ്റി അങ്ങനെ കുറേ എനിക്ക് അറിയാൻ പറ്റി. അതുകൊണ്ട് എൻ്റെ ഷോപ്പിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എൻ്റെ നാവിൽ അറിയാതെ തരുന്നതാണ്. ഞാൻ പോലും സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ എങ്ങനെ വന്നു എൻ്റെ നാവിൽ? ഇതൊന്നും എനിക്കറിയാം. നേരത്തെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞ് പഠിച്ചു വച്ചിരിക്കുമല്ലോ, അയ്യോ ഇന്ന ആൾ വരുമ്പോൾ ഇന്നത് പറയണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്നതാണ്. നമ്മുടെ ആബയാണ് നമ്മുടെ നാവിൽ തരുന്നത്, ആൾക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന്. ഞാൻ പലപ്പോഴും അത് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ആബയോട് പറയാറുണ്ട്, അതൊക്കെ ആബ ഇങ്ങനെ സംഭവിക്കുന്നു. ഞാൻ വിചാരിച്ചതേ ഇല്ല ഇങ്ങനെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറയണമെന്നു. എൻ്റെ ആബയ അതിൻ്റെ കൂടെ സംസാരിക്കുന്നത് ഞാനല്ല. ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ഞാനല്ല. ആബയ എന്നിൽ കൂടെ സംസാരിക്കുന്നത്, റീനയിൽ കൂടെ സംസാരിക്കുന്ന ആബയ. മനസ്സിലായോ? അപ്പം നമ്മൾ നിങ്ങൾക്ക് സത്യം തിരിച്ചറിയണമെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, യേശുവായിനെക്കുറിച്ച് എനിക്ക് ഇനി അറിയണം, സത്യം അറിയണം, എനിക്ക് എനിക്ക് അറിയണം. അതുകൊണ്ട് എനിക്കിങ്ങനെ പറയണം, എനിക്ക് അറിയണം, എന്നെ നേർവഴിക്ക് നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സത്യമായ കരങ്ങളിലേ നിങ്ങളെ യേശുവായി എത്തിക്കത്തുള്ളൂ. എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. അത് പാലിക്കണം. കേട്ടാൽ പോരാ, അത് നമ്മൾ പ്രവർത്തിക്കണം. ചിലവർ കേൾക്കാം ഞാനിങ്ങനെ, പക്ഷെ കേട്ടുകൊണ്ടിരുന്നാൽ പോരാ, നമ്മൾ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരണം.
എങ്കിലേ രണ്ടും നടക്കത്തുള്ളൂ. കേൾക്കുകയും ചെയ്യും, നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെയാണ് ഞാനിപ്പോൾ ശരിയാ, കണ്ണുണ്ട് മൂക്കുണ്ടല്ല, ഞാനും പോയി പ്രാർത്ഥിക്കുമ്പോൾ അതൊന്നും കേൾക്കാറില്ല. അപ്പോൾ ഒരു ആൻറ്റിക്ക് ഇപ്പോൾ എനിക്കൊരു വിഷമം വന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? എന്നെ ആശ്വസിപ്പിക്കും, സാരമില്ല ചേച്ചി, എല്ലാം ശരിയാവും. എന്തുകൊണ്ടാണ്? ജീവനുള്ളത് കൊണ്ടാണ് എന്നെ ആശ്വസിപ്പിക്കുന്നത്. അതേസമയം നിങ്ങൾ പോയി ഒരു വിഗ്രഹത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണേ, ഇന്നത് ചെയ്തു തരണേ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ടോ? ഒരു വാക്ക് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ കൈവച്ച് ഇങ്ങനെ തലോടുന്നുണ്ടോ? ഒന്നും ചെയ്തു തരുന്നില്ലല്ലോ. അപ്പം ഞാൻ ആ ബൈബിൾ വായിച്ച സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ശരിയാണല്ലോ, നമ്മളുടെ പോയി പറയുമ്പോൾ ഒന്നും ഒരു റിപ്ലൈ എനിക്ക് തരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആരാണെന്നറിയോ? പിന്നീടാണ് എനിക്കത് മനസ്സിലായി, എൻ്റെ എന്നെ മനസ്സിലാക്കി തന്നത്. ഇതൊക്കെ ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയി മാതാവിൻ്റെ അടുത്തും പുണ്യാളന്മാരുടെ അടുത്തും യേശു എന്ന് പറയുന്ന ഏതോ ഒരു രൂപം മെനഞ്ഞുണ്ടാക്കിയിട്ട് കുരിശിൽ തറച്ച് വെച്ചിരിക്കുന്നത് യേശുവായൊന്നുമല്ല. മനസ്സിലായോ? ഈ യേശുവായുടെ ചരിത്രം ബൈബിളിൻ്റെ ചരിത്രം എടുത്ത്, അതൊക്കെ നല്ല കാര്യമാണ്. ചരിത്രം എടുത്ത് സിനിമ ആക്കുന്നത് മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. യേശുവ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് ഇന്നത് ചെയ്ത് അനുഭവിച്ച് മരിച്ചത് എങ്ങനെയാണെന്നൊക്കെ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ആ ഫിലിമിലെടുത്ത ആ ഒരു യേശുവായിൻ്റെ റോൾ എടുത്ത ഒരു വ്യക്തിനെ എടുത്ത് ഫോട്ടോയാക്കി ഇന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക. അപ്പോൾ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മമാരെന്ത് ചെയ്യും? ഇത് യേശുവാന്ന് പറഞ്ഞിട്ട് അതിൽ ചെന്ന് മുട്ടുക. എൻ്റെ പൊന്നു, അത് അതിൽ അഭിനയിച്ച ഒരാളാണ് യേശു അതിൻ്റെ റോൾ അഭിനയിച്ചത്. അത് നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്. അത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്ത് ഈ പുള്ളീനെ എടുത്തങ്ങ് പടം വരച്ച് ഉണ്ടാക്കി ഓരോരുത്തരുടെ വീട്ടിലും പള്ളികളിലും വെച്ചിരിക്കുക. അത് യേശുവാന്ന് പറഞ്ഞാൽ അതിൽ പോയി തൊട്ടുമുട്ടുക, നേർച്ചയിടുക. ഇതൊക്കെ തെറ്റാണ്. നിങ്ങളത് ഇനി വിശ്വസിക്കരുത് ഒരിക്കലും. മനസ്സിലായോ? അത് യേശുവായല്ല, അതൊരു നമ്മളെപ്പോലൊരു മനുഷ്യനാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി പിശാച് പല രൂപത്തിലും വരും. നമ്മളത് വിശ്വസിക്കരുത് ഒരിക്കലും. അപ്പോൾ നിങ്ങളത് മുട്ടുകയും ചെയ്യരുത്. അപ്പോൾ ഞാനിങ്ങനെ വിഗ്രഹം, അപ്പോൾ ശരി, അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന നമ്മൾ അതിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് എനിക്ക് യേശുവ മനസ്സിലാക്കി തന്നത്, അതിൻ്റെ ജ്ഞാനവും ബുദ്ധിയും തന്നപ്പോഴാണ് എനിക്കത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. പിന്നെ എൻ്റെ ഉള്ളിൽ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്നത് ജീവനുള്ള സ്വർഗത്തിലിരിക്കുന്ന യേശുവായാണ്. നമ്മളിപ്പം ഭൂമിയിൽ നമ്മൾ പറയുന്നതൊക്കെ യേശുവ കേൾക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ആര് പറയുന്നതും കേൾക്കുന്നുണ്ട്. എത്ര രഹസ്യം പറയുന്നവരായിരുന്നാലും ചിലപ്പോൾ അവർ തമ്മിൽ കേൾക്കുമായിരിക്കും, പുറത്ത് ആരും അറിയില്ല. പക്ഷേ എന്തൊക്കെ രഹസ്യം കേൾക്കുന്നത് യേശുവ അത് അറിഞ്ഞിരിക്കും, എല്ലാവരുടെ രഹസ്യവും. മനസ്സിലായോ? അപ്പം ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇത്രയും വിവരിച്ച് പറയുന്നത്, അതായത് യേശുവ ഉപമ വഴിയാണ് യേശുവ പറഞ്ഞു കൊടുക്കുന്നത്. ചിലവർക്ക് കഠിനമായത് മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇതൊന്ന് അടച്ചു വയ്ക്കട്ടെ. കുറച്ചുകൂടെ ഉണ്ട്, പറഞ്ഞു നിർത്താം. എല്ലാം പറയാൻ പറ്റില്ല, കുറച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ? അപ്പോൾ ഉപമ വഴി, അപ്പോൾ അതെനിക്ക് മനസ്സിലാകാൻ കാരണം, നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ മാതാവിൻ്റെ അടുത്ത് പുണ്യാളന്മാരുടെ അടുത്ത് പോയി നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ ഇത് മൊത്തം കേൾക്കുന്ന സ്വർഗത്തിലിരിക്കുന്ന യേശുവായാണ്. സത്യമാണ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. അത് യേശുവായാണ്. ജീവനോടെയല്ലേ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവായിരിക്കുന്നത്. അപ്പോൾ അത് യേശുവായാണ് അത് കേൾക്കുന്നത്. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളത് ചെയ്ത് നമുക്കത് സാധിച്ചു തരിക. എന്നിട്ട് എന്ത് ചെയ്യും? മനുഷ്യർ വേറൊരാൾ, ഒരു ഫ്രണ്ടോ ബന്ധുക്കാരുടെ അടുത്തോ പോയിട്ട് അപ്പോൾ അയാൾക്ക് പറഞ്ഞ കാര്യം സാധിച്ചല്ലോ. പുണ്യാളൻ്റെ അടുത്തോ മാതാവിൻ്റെ അടുത്തോ പോയി പറഞ്ഞ കാര്യം സാധിച്ചു, ഗൾഫിൽ പോകുന്ന കാര്യങ്ങൾ സാധിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ഇന്നലെ അന്തോണിസ് പുണ്യാളുടെ അടുത്ത് പോയി കേട്ടോ, അല്ലെങ്കിൽ മാതാവിൻ്റെ അടുത്ത് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ കരഞ്ഞ് പറഞ്ഞപ്പോൾ എനിക്കിന്നത് സാധിച്ചു തന്നു കേട്ടോ പുണ്യാളൻ. ഉടനെ എന്ത് ചെയ്യും? പുണ്യാളനാണ് ആ ക്രെഡിറ്റ് മുഴുവനും പോകുന്നത്, മാതാവിനും പോകുന്നത്. ഈ ക്രെഡിറ്റ് മുഴുവൻ ഇവരാണ് കൊണ്ടുപോകുന്നത്. ഈ ജീവനില്ലാതെ ഇരിക്കുന്ന ഈ വിഗ്രഹമാണ് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? ജീവനുള്ള അപ്പനാണ് നമുക്കിത് ചെയ്തു തരുന്നത്. ഇത് മനുഷ്യരറിയുന്നില്ല. അത് അറിയിക്കാൻ പിശാച് സമ്മതിക്കുന്നില്ല. ഇതിനിടയ്ക്ക് നിൽക്കുന്നത് പിശാചാണ്. ഈ വിഗ്രഹത്തിൽ ഇരിക്കുന്നതെല്ലാം പിശാചാണ്. ഈ പിശാചിനെയാണ് പോയി നമസ്കരിക്കുന്നത്. സത്യം പള്ളിക്കകത്ത് അവൻ അതിലാണ് വാണിരിക്കുന്നത്. പക്ഷെ മനുഷ്യർക്കിത് അറിയില്ല. ചിലവർക്കിത് പറഞ്ഞു കൊടുത്താലും അവർ വിശ്വസിക്കില്ല. വീണ്ടും അതിൽ തന്നെ, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, വീണ്ടും പോയി അതിൽ തന്നെ മുത്തുക. അപ്പം ദൈവം കാണാത്തവരാണ് അങ്ങനെ പോകണം, ദൈവം കണ്ടിട്ടില്ലാത്തവരങ്ങനെ പോവുകയാണ്. ദൈവം കണ്ടവർ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. കാണാത്തവരെല്ലാം പിശാചിൻ്റെ പിടി പെട്ടുപോകും. അങ്ങനെ കുറേ പേരെ കൊണ്ടുപോയില്ലേ കൊറോണ വന്ന്. അപ്പം ഈ യേശുവ
യേശുവാണ് നമുക്കത് ചെയ്തു തരുന്നത്. നിങ്ങളിനി അത് മനസ്സിലാക്കുക, നിങ്ങൾ ചിന്തിക്കുക അതിനെക്കുറിച്ച്. അല്ലാതെ ജീവനില്ലാത്ത ഒരു വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയി അയാളല്ല അത് ചെയ്തു തരുന്നത്. അയാൾ ഒരു മണ്ണിലുണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹം. നമ്മളെ മണ്ണിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയപ്പോൾ യേശുവ നോക്കിയപ്പം അത് അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുക. യേശു അതിൻ്റെ രൂപത്തിലുണ്ടാക്കിയിട്ട് അനങ്ങാതെ ഇരുന്നപ്പോഴത്തേക്ക് യേശു വെച്ചിന് ജീവനില്ല. അപ്പോഴാണ് യേശു ശ്വാസം ഊതി കൊടുക്കുന്നത്. അപ്പോഴാണ് ജീവൻ വന്നത്. അപ്പോഴാണ് കേൾക്കാനും കാണാനും സംസാരിക്കാനും നടക്കാനൊക്കെ അതിന് പറ്റിയത്. മനസ്സിലായോ? അങ്ങനെയാണ് ആദം ഉണ്ടാകുന്നത്. ആദം ഉണ്ടായതിന് ശേഷം ആദം മൂഹനായിട്ടിരിക്കുന്ന കണ്ടിട്ടാണ് യേശുവ എന്ത് ചെയ്ത് തോട്ടത്തിൽ ഏൽപ്പിക്കും, ഇത് നോക്കാൻ പറയും. അങ്ങനെ ആദം ഇങ്ങനെ മിണ്ടാനും പറയാനും ആരും ഇല്ലല്ലോ. അപ്പോൾ മൂകന ഒരു ദിവസം ഇങ്ങനെ തോട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് മൂകനായിട്ടിരിക്കുന്ന കണ്ടു. അപ്പോഴാണ് യേശുവ മനസ്സിൽ ചിന്തിച്ച് ഇവനൊരു കൂട്ട് കൊടുക്കണം. അങ്ങനെയാണ് ഹവ്വേനെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഇവനെ മയക്കി കിടത്തിയിട്ട്, ആദത്തിനെ മയക്കി കിടത്തിയിട്ട് അതിൽ നിന്നൊരു വാരിയെല്ലൂരി, വാരിയെല്ല് ഊരിയിട്ട് അതിലൊരു പെണ്ണിനെ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് അതിന് ശ്വാസം ഊതിക്കൊടുക്കും. അങ്ങനെയാണ് ഹവ്വ ഉണ്ടാകുന്നത്. അങ്ങനെ അവൻ്റെ കൈകളിലേക്ക് കൊടുക്കും, നിനക്കൊരു കൂട്ട്, നിൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാനായിട്ട്. അതുവരെ അവൻ മൂഹനായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇന്ന് ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾ ഭാര്യമാരെന്ന് വെച്ചാൽ അവർ ശക്തിയാണ്. ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ പവർ കൂടുതൽ. അതായത് ഒരാണുങ്ങൾക്ക് ഒരു പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ട്? അതൊരു ശക്തിയാണ്, ദൈവം കൊടുത്ത ശക്തിയാണ് പെണ്ണിന്. മനസ്സിലായോ? ചില ആണുങ്ങൾ പറയോ നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചോളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും ഇല്ല. ഒരു പെണ്ണാണ് അവൻ്റെ ജീവിതത്തിലെല്ലാം. ആ പെണ്ണ് ഒരു ഭാര്യയെ നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ. അവളുണ്ടായിരുന്ന സമയത്ത് എനിക്ക് എന്തായിരുന്നു ഇത് എന്നൊക്കെ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. മനസ്സിലായോ? പെണ്ണിൻ്റെ ശക്തി എന്ന് പറയുന്ന ആണിനേക്കാൾ ഡബിളാണ് യേശുവ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അവന് ആ ഒരു കൂട്ട് കിട്ടിയപ്പോൾ എന്ത് സന്തോഷമായിരുന്നു അവർ. അപ്പോൾ അതിൽ നിന്ന് ആലോചിക്കണം. അപ്പം നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നത് യേശുവായാണ് ഇതെല്ലാം നമുക്ക് ചെയ്തു തരുന്നത്. ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം. എൻ്റെ ആബയെക്കുറിച്ച് ആ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ ആബയ്ക്കാണ് പോകേണ്ടത്. അല്ലാതെ അന്തോണിസ് പുണ്യാളനും മാതാവിനും, എവിടെയോ ആലപ്പുഴ ഇരിക്കുന്ന മാതാവിനും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആലപ്പുഴയിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. ഞാൻ ഈ ബൈബിളൊക്കെ വായിക്കുന്നതിന് മുന്നേ, ഈ ആക്സിഡൻ്റ് ആയ ശേഷമാണ്, ഈ 10 വർഷത്തിന് മുമ്പേ ഞാനിതുപോലെ മാതാവിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ ആരോ പറഞ്ഞ് ഞാനങ്ങനെ പോയി. ഇവിടെ നിന്ന് എനിക്ക് ബസ്സിനൊന്നും ഇന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇത്രയും വർഷമായിട്ട് എനിക്ക് ആക്സിഡൻറ്റിന് ശേഷം ബസ്സിലൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ എവിടെയെങ്കിലും ലോങ്ങൊക്കെ പോകുമ്പോഴത്തേക്ക് ഞങ്ങളെ കാറ് പിടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ചേട്ടനുണ്ട് വർഷങ്ങളുണ്ട്. അപ്പോൾ കാറ് പിടിച്ചിട്ടാണ് ഞങ്ങൾ ലോങ്ങൊക്കെ പോകുന്നത്. എനിക്ക് അങ്ങനെ പറ്റും. പിന്നെ ട്രെയിനിലും കയറാൻ പറ്റും, രണ്ടുപേരും ഹെൽപ്പ് ചെയ്ത് എങ്ങനെയെങ്കിലും പിടിച്ച് കയറാം. പക്ഷെ ബസ്സിൽ പറ്റില്ല, അത്രയും ഹൈറ്റല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ മാതാവിൻ്റെ അവിടെ അങ്ങനെ ഞാൻ ഈ ബൈബിളൊക്കെ അറിയുന്നതിന്, യേശുവായിനെ അറിയുന്നതിന് മുമ്പേ, ബൈബിൾ വായിക്കുന്നതിന് മുമ്പേ ഞാൻ ഇതുപോലെ കാറ് പിടിച്ച് വെളുപ്പിന് ഇവിടെ നിന്ന് ഞാനും എൻ്റെ ഫാമിലിയായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രിയാവും. ഒരു ദിവസം ഒരു ദിവസം നമ്മൾ ഫുള്ളും അവിടെയാണ്. രാത്രിയാവും ഇവിടെ എത്തുമ്പോഴത്തേക്ക്. ആലപ്പുഴ ഏതോ എന്താ പേര്, കൃപാസനമോ അങ്ങണ്ട. അങ്ങനെ കുറേ മാസം അങ്ങനെ പൊക്കോണ്ടിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്ക് എൻ്റെ യേശുവായിക്ക് അറിയാം ഇവൾ സത്യം തേടിയാണ് പോണത്, ഇവൾ പോകുന്ന തെറ്റായ വഴിയിലാണ്. എൻ്റെ യേശുവ എന്ത് ചെയ്തു? അവിടെ എന്നെ തിരുത്തി. മനസ്സിലായോ? യേശുവ എന്നെ അവിടെ തിരുത്തി. അപ്പോഴത്തേക്ക് യേശുവ പറഞ്ഞു, അപ്പോൾ യേശുവ എന്നെ അവിടെ തിരുത്തി. എന്നെ അവിടെ നിന്ന് യേശുവ എന്നെ രക്ഷിച്ചാണ് കൊണ്ടുവന്നത്. എൻ്റെ മോള് തെറ്റായ വഴിയിലോട്ടാണ് പോകുന്നതെന്ന് യേശുവയ്ക്ക് മനസ്സിലായി. സത്യം തേടിയാണ് അവൾ പോണേന്ന്. അപ്പോൾ എൻ്റെ യേശു എന്നെ അനുവദിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു എനിക്ക് കാണാൻ പാടില്ലാത്തൊരു ഞാൻ അവിടെ കണ്ടായിരുന്നു, ഒരു വേർതിരിവ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്വഭാവം, ഞാൻ എവിടെ അനീതി കണ്ടാൽ ഞാൻ അവിടെ ചൂണ്ടിക്കാണിക്കും, ഞാൻ പ്രതികരിക്കും ഞാനവിടെ. അങ്ങനെ ഞാനവിടെ പ്രതികരിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവിടെ കള്ളത്തരമാണ് നടക്കുന്നത്. ഇത് വെച്ച് കോടിക്കണക്കിന് പണം ഉണ്ടാക്കുന്നത്. ഇത് അറിഞ്ഞുകൂടാത്ത മനുഷ്യർ ഇന്നും പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം എന്നെ അതോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ യേശു അത് കാണിച്ചു തന്നതാണ്. മനസ്സിലായോ? അതോടുകൂടി സ്റ്റോപ്പ് ചെയ്ത്, ഇത് കള്ളത്തരമാണ്, ഇത് വെച്ച് മനുഷ്യരെ പറ്റിച്ച് പണം ഉണ്ടാക്കലാണ് പരിപാടി എന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ അവിടുത്തെ പോക്ക് നിർത്തി. പിന്നെ ഞാൻ അതിന് ശേഷമാണ് ഞാൻ ബൈബിൾ വായിച്ച് തുടങ്ങുന്നതും
യേശു അപ്പനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങുന്നത്. പിന്നെയാണ് ഞാൻ അതിനുശേഷം പിന്നെ റീനെ ഫ്രാൻസിസ് അവളുടെ ഇത് കേട്ട് അവസാനം ഞാൻ ഈ ശബത്തിനെ കുറിച്ച് ആ ശബത്ത് അപ്പോൾ 6 ദിവസം 5 ദിവസം ദൈവം ഇതെല്ലാം ഭൂമിയിൽ സൃഷ്ടിച്ചു. അത് പറഞ്ഞു വന്നപ്പോഴാണ് അത് നമ്മൾ ഇപ്പോൾ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളുടെ വേറെ ഇതിലോട്ട് കൊണ്ടുപോകും. അത് യേശു അത് തന്നെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. കൊണ്ടുപോയിട്ട് കറക്കി കൊണ്ടുപോയി. കാരണം ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് പറയണമല്ലോ. അപ്പോൾ അത് യേശുവായിക്ക് അറിയാം എൻ്റെ നാവിൽ. അപ്പം 5 ദിവസം ജോലി ചെയ്ത് 6-ാം ദിവസം നമ്മളെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോ ദിവസവും സൃഷ്ടിയിൽ പിറ്റേന്ന് നോക്കും, ഇത് നല്ലത് യേശുവ നോക്കുമ്പോൾ ഇത് നല്ലതെന്ന് തോന്നി, അടുത്തത് സൃഷ്ടിക്കും. അങ്ങനെ 6-ാം ദിവസം നമ്മളെ സൃഷ്ടിച്ചു. നോക്കിയപ്പോൾ ഇത് നല്ലതെന്ന് കണ്ടു. യേശുവ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. 7-ാം ദിവസം യേശു അനുഗ്രഹിക്കും. 6-ാമത്തെ ദിവസം നമ്മളെ സൃഷ്ടിച്ചു. ഇതെല്ലാം നോക്കിയിട്ട് ഇത് കൊള്ളാം, അനുഗ്രഹിച്ചു. അപ്പോൾ യേശു അന്ന് പറയും. അപ്പോൾ ഈ 7-ാം ദിവസം വരുന്നത് ഏത് ദിവസമാണെന്നറിയോ? ശനിയാഴ്ചയാണ്, ഞായറാഴ്ചയല്ല. ശനിയാഴ്ചയാണ് 7-ാം ദിവസം വരുന്നത്. യേശു അതിൻ്റെ സൃഷ്ടിയിൽ 7-ാം ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഈ ശനിയാഴ്ച യേശുവ ഇതെല്ലാം കണ്ടിട്ട് അനുഗ്രഹിക്കുന്നത് നല്ലതെന്ന് തോന്നി അനുഗ്രഹിച്ചിട്ട് പറയും, ഇത് എന്നും എക്കാലവും നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കാൽ ഈ ദിവസം ആചരിക്കണമെന്ന് പറയും. അപ്പോൾ അത് പിശാച് ഉടലെടുത്ത് മനുഷ്യരുടെ സൗകര്യത്തിന് ഞായറാഴ്ച കൊണ്ടുവന്ന് ആക്കിക്കളഞ്ഞു. അപ്പോൾ ഈ ശനിയാഴ്ച ആചരിക്കരുത്. പിശാചിനറിയാം യേശുവായിൻ്റെ ദിവസമാണെന്ന് അവനറിയാം. അപ്പോൾ ഇത് വഴിതെറ്റിച്ചത് പിശാചാണ്. അപ്പം ഇത് എന്ത് ചെയ്യുക? അവരുടെ സൗകര്യത്തിന് ഞായറാഴ്ച കൊണ്ടുവന്നാക്കി. യേശുവായുടെ സൃഷ്ടിയിൽ ഞായറാഴ്ച എന്ന് പറയുന്നത് 1-ാം ദിവസമാണ്. അതായത് ഇവിടെ മനുഷ്യരുടെ സൃഷ്ടിയിൽ അത് തിങ്കളാഴ്ചയാണ് 1-ാം ദിവസം. യേശുവായിൻ്റെ സൃഷ്ടിയിൽ 1-ാം ദിവസം വരുന്നത് ഞായറാഴ്ചയാണ്. അപ്പം ശനിയാഴ്ച എന്നാൽ ശബത്തെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിൽ ശനിയാഴ്ചത്തേക്ക്, നമ്മുടെ ഇവിടെ ശനിയാഴ്ച എന്നല്ലേ പറയുന്നത്, ശനിയാഴ്ചത്തേക്ക് ഇസ്രായേലിൽ ജെറുസലേമിൽ ആ ദിവസത്തേക്കാണ് പറയുന്നത് ശബത്തെന്ന്. നമ്മുടെ ഇവിടെ ശനിയാഴ്ച എന്ന് പറയും, അവിടെ ശനിയാഴ്ചത്തേക്ക് ശബത്തെന്ന് പറയും. ആ ശബത്തിനാണ് അതാ പേരാണ്, അതിൻ്റെ ദിവസത്തിൻ്റെ പേരാണ്. അതിൽ പേടിക്കാനൊന്നുമില്ല. ഇവിടെ മനുഷ്യരെല്ലാം വഴിതെറ്റിച്ച് പേടിപ്പിച്ച് വെച്ചിരിക്കുക. ആ പേടിയുള്ള മനുഷ്യരെല്ലാം പിശാചിന് വേണ്ടപ്പെട്ടവരാണ്. അതാണ് ഈ ശബത്തെന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്നത്. യേശു അനുഗ്രഹിച്ച വിശ്രമിക്കുന്ന ദിവസമല്ലേ, അപ്പോൾ അതല്ലേ നമ്മൾ ആചരിക്കാൻ പറഞ്ഞത്. അപ്പോൾ അവന് പിശാചിന് വിറയലാണ്. അപ്പോൾ ആ വിറയലുള്ളവർക്ക് മനുഷ്യർക്കെല്ലാം പിശാചിൻ്റെ സന്തതികളാണ് അതൊക്കെ. അപ്പം ഈ ശബത്ത് കേട്ടപ്പോൾ അയ്യോ ഇതായിരുന്നോ, എനിക്ക് വിറയലുണ്ടായില്ല, എൻ്റെ ഉള്ളിൽ യേശുവായി ജീവിക്കുന്നു, എനിക്കതുകൊണ്ട് വിറയലുണ്ടായില്ല. ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ ഇന്നത്തെ ദിവസമാണ്, ഞായറാഴ്ചയല്ല, ശനിയാഴ്ചയാണ് ആചരിക്കേണ്ടത്. യഹൂദന്മാർ, അതായത് ഇന്ന് ഷൂട്ട് എടുക്കുന്ന വെള്ളിയാഴ്ചയാണ്. ഇന്ന് ശബത്ത്, അതായത് സൂര്യാസ്തമയത്തിന് ശബത്ത് ആരംഭിക്കുകയാണ് യേശുവാൻ്റെ സൃഷ്ടിയിൽ. ഇന്ന് വൈകിട്ട് സൂര്യാസ്തമയത്തിന് ശബത്ത് തുടങ്ങി ശനിയാഴ്ച വൈകിട്ട് സൂര്യാസ്തമയത്തിന് ശബത്ത് തീരും. അപ്പോഴാണ് പൂർണ്ണതയാകുന്നത് ഇസ്രായേലിൽ. അപ്പോൾ അങ്ങനെയാണ് അവർ ആ ശബത്ത് ആചരിക്കുന്നത്. യേശുവായി അന്നത്തെ ദിവസം അവർ ജോലിക്കൊന്നും പോകാതെ അന്നത്തെ ദിവസം ബൈബിൾ വായിച്ചും ഒക്കെ വീട്ടിൽ എല്ലാവരുമായിട്ട്, അന്ന് ഫാമിലി എല്ലാവരുമായിട്ട് നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി യേശുവായിൻ്റെ കൂടെ അങ്ങിരിക്കും. ഓരോരിടത്തും പോയില്ല, റെസ്റ്റ് എടുക്കും. അപ്പോൾ അന്നത്തെ ദിവസം ഈ ശബത്തിനെന്ന് പറയുമ്പോഴത്തേക്ക് വ്യാഴാഴ്ചയെ ഇസ്രായേലിൽ ഒരുക്കങ്ങൾ തുടങ്ങും. ഇന്നലെ ഒരുക്കങ്ങൾ തുടങ്ങും. തലേ ദിവസം അവർക്ക് ഭയങ്കര ഇതാണ്. ശബത്തെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ നിധിയാണത്. യേശുവാൻ അത് നിധിയാക്കണം നമ്മൾ. ഞാനിതിപ്പോൾ ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിൽ. അവർ ചെയ്യുന്ന പോലെ ഞാൻ തന്നെ, യേശു നാച്ചുറലായിട്ടല്ലേ ചെയ്തത്. അതായത് ഞാനത് നാച്ചുറലായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ശബത്ത് ആചരിക്കുന്നത്. അതായത് ഞാൻ ഇപ്പം വൈന് ചില സമയത്ത് ഇട്ട് വയ്ക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇട്ടില്ലെങ്കിൽ ഞാൻ 1/2 കിലോ മുന്തിരി മേടിക്കും. എന്നിട്ട് അതിൻ്റെ ചാറ് പിഴിഞ്ഞ് ഒരു ഗ്ലാസ്സിലെടുക്കും. എന്നിട്ട് പിന്നെ ഞാൻ ആ ഗ്ലാസ് കാണിച്ചു തരാം കേട്ടോ. വൈൻ ഗ്ലാസ്സാണ്. ഇതിലാണ് ഞാൻ മുന്തിരി പിഴിഞ്ഞ് ഒഴിക്കുന്നത്. എന്നിട്ട് പിന്നെ ബ്രെഡോ അല്ലെങ്കിൽ ഒരു ബന്നോ, ഇല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ ഒരു ഗോതമ്പിലുണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടാക്കി തീയിൽ ചുട്ടെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം. ഇത് 3 ഏതെങ്കിലും ഒന്ന് നമ്മൾ അത് അപ്പം കണ്ടില്ലേ, ശിഷ്യന്മാരുമായിട്ട് എവിടെ പോയാലും ശിഷ്യന്മാർ കൂടെയുണ്ട്. അപ്പോൾ ഈ ശബത്ത് ദിവസം യേശുവ പോലും ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് ശബത്ത് ആചരിച്ചിട്ടുണ്ട്.
അത് എവിടെ നിന്നാലും ആ ശബത്ത് സമയത്ത് യേശു എത്തിയിരിക്കും, മുടങ്ങില്ല കേട്ടോ. അപ്പോൾ എവിടെ കൂടുന്നു യേശു പറയുന്നത്, നിങ്ങൾ 1-2 പേർ എവിടെ കൂടുന്നോ അവിടെ നിങ്ങൾ അപ്പവും വീഞ്ഞും കഴിക്കണമെന്ന് പറയും. അതായത് ആ സ്നേഹമാണ് പങ്കുവെച്ച് യേശുവ കൊടുക്കുന്നത്. ആ അത്താഴ യേശുവിൻ്റെ അവസാനത്തെ അത്താഴ ഇതെന്താണ്, നാച്ചുറലായിട്ടുള്ള അപ്പവും വൈനും അല്ലേ ഒഴിച്ച് കൊടുക്കുന്നത്, വീഞ്ഞ് നാച്ചുറലല്ലേ. അപ്പോൾ അത് ഇങ്ങനെ മുറിച്ച് എല്ലാ ശിഷ്യന്മാർക്കും അവിടെ ഇരിക്കുന്നവർക്കെല്ലാം കൊടുക്കുവാണ്, ഇച്ചിരി ആയിരുന്നാലും. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ തന്നെ സിപ്പ് ചെയ്തിട്ട് അടുത്തവർക്ക് കൊടുക്കണം ആ ഗ്ലാസ് തന്നെ. അങ്ങനെയാണ് യേശുവ നാച്ചുറലായിട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് യഹൂദന്മാരും ചെയ്യുന്നത്. യേശുവ എന്താണ് പഠിപ്പിച്ചത് അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാൻ ഇന്ന് ഫോളോ ചെയ്യുന്നത്, റീന ഫ്രാൻസിസ്. അതുപോലെ ഇന്ന് ഒത്തിരിയും പേര് ഈ കേരളത്തിൽ ഒത്തിരിയും പേര് ഇപ്പോൾ ശബത്ത് ആചരിക്കുന്നു. സത്യം തിരിച്ചറിഞ്ഞു, ഏകദേശമുള്ളവർ സത്യം തിരിച്ചറിഞ്ഞു, ഇതിലോട്ടായിട്ടുണ്ട്. മനസ്സിലായോ? അത് യേശുവ കണ്ടവർ മാത്രമേ ഇതിലാവത്തുള്ളൂ. യേശുവയുടെ ഇതിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഓരോരുത്തരെ, അവർ മാത്രമേ ഇതിലായിട്ടുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾക്ക് ആകണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശുവ എനിക്ക് യേശുവയുടെ ഇതിൽ പങ്കുചേരണം, എനിക്ക് ആ ശബത്ത് ആചരിക്കണം, യേശുവ പറഞ്ഞതുപോലെ യഹൂദന്മാർ ചെയ്യുന്നത് പോലെ എനിക്ക് ശബത്ത് ആചരിക്കണം. നിങ്ങൾക്ക് ആ വാഞ്ചയുണ്ടെങ്കിൽ, നിങ്ങൾ സത്യം തിരിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ചെയ്യണം. ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മളൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ പള്ളികളിൽ കൊടുക്കുന്ന ഓസ്തി അതൊക്കെ അതൊന്നും ഒന്നുമല്ല, അത് നാച്ചുറലല്ല. നാച്ചുറലെന്ന് പറഞ്ഞാൽ നമ്മൾ പോട്ടെ, അതിന് പകരം അവർക്ക് അപ്പം കൊടുക്കാമല്ലോ, ബന്നു കൊടുക്കാമല്ലോ, ബ്രെഡ് കൊടുക്കാമല്ലോ ആൾക്കാർക്ക്. യേശു അങ്ങനെയല്ലേ ശിഷ്യന്മാർക്ക് കൊടുത്തത്. അങ്ങനെ ചെയ്യണം, നാച്ചുറലായിട്ട് ചെയ്യണം, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് എടുത്ത് വെച്ച് ചെയ്യരുത് നമ്മൾ ഒരിക്കലും. മനസ്സിലായോ? അപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ശബത്ത് എൻ്റെ യേശു എന്താ പറഞ്ഞത് അത് ഞാൻ വെള്ളിയാഴ്ച ദിവസം വീടെല്ലാം വൃത്തിയാക്കി തുടച്ച് ശുദ്ധിയാക്കി ടേബിളിൽ, നമ്മൾ ഡൈനിങ് ടേബിളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നല്ല ഡെക്കറേഷൻ ചെയ്ത് ഒരുക്കി ഇതെല്ലാം വെച്ച് നമ്മൾ അന്നത്തെ ദിവസം യേശു പറയുന്നത് ഉള്ളയിൽ നല്ല വസ്ത്രം ധരിക്കണം. ഉള്ളയിൽ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ നല്ല വസ്ത്രമല്ലേ ഇട്ടിട്ട് പോകുന്നത്. കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് ഉള്ളയിൽ നല്ല വസ്ത്രമാവും, കല്യാണം ഒരുങ്ങിപ്പോണം. അതിനേക്കാൾ പ്രൗഡായിട്ട് നമ്മൾ യേശുവിൻ്റെ മക്കൾ എപ്പോഴും രാജ്ഞികളുമാണ്. അപ്പോൾ യഹൂദ ഗോത്രത്തിൽ സിംഹമാണ്. ആ അപ്പൻ്റെ മക്കൾ എപ്പോഴും രാജ്ഞിയായിട്ടിരിക്കണം. അതാണ് അപ്പൻ്റെ ആഗ്രഹം. എപ്പോഴും മക്കൾ സന്തോഷിച്ചിരിക്കണം, അതാണ് അപ്പൻ്റെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഉള്ളയിൽ ഏത് നല്ല ഡ്രസ്സുണ്ടോ അന്ന് നല്ല ഡ്രസ്സിട്ട് ഒരുങ്ങി നല്ല വൃത്തിയായിട്ട് ഒരുങ്ങി നമ്മൾ ശബത്ത് ആചരിക്കുക. അന്നത്തെ ദിവസം നമ്മൾ നല്ല ഫുഡ് ഉള്ളയിൽ നല്ല ഫുഡ് ഉണ്ടാക്കണം. ഇപ്പോൾ ചിലവരിപ്പോൾ എല്ലാവരും ഞായറാഴ്ച ദിവസം ശനിയാഴ്ച ഇറച്ചിയൊക്കെ മേടിച്ച് വെച്ചിട്ട് ഞായറാഴ്ചയാണെന്ന് പറഞ്ഞ് ഞായറാഴ്ച അവർ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഞായറാഴ്ചയാണ്. അന്നത്തെ ദിവസമല്ല നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. വെള്ളിയാഴ്ച ശേഖരിച്ച് വെച്ചിട്ട് ശനിയാഴ്ചയാണ് ഉണ്ടാക്കുക. ശനിയാഴ്ചയാണ് യേശുവ അനുഗ്രഹിച്ചിട്ട് ഇത് ആചരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞായറാഴ്ച 1-ാം ദിവസമാണ്, അതായത് തിങ്കളാഴ്ച പോലെയാണ് 1-ാം ദിവസം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജോലിക്ക് ഇറങ്ങുവാണ് കേട്ടോ. നിങ്ങളെ വഴി തെറ്റിച്ച് പിശാചിട്ടിരിക്കുവാണ്. നിങ്ങൾ അതിലോട്ടൊന്നും ആവരുത്. ദൈവത്തിന് യേശുവിൻ്റെ വരവെടുത്തു. അതുകൊണ്ട് ഇനി മനുഷ്യരെല്ലാം സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചില മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അറിയാതെയാണ് എൻ്റെ നാവിൽ നിന്ന് ഇതൊക്കെ വരുന്നത്. ഇതൊന്നും ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ നാവിൽ നിന്നും ദൈവം എനിക്ക് തരുന്നതാണ്. യേശുവ പറയുന്നതാണ് ഇതൊക്കെ നിങ്ങളുടെ അടുത്ത്. അതുപോലെ തന്നെ റീനയും പറയുന്ന റീനയിൽ നിന്ന് പറയുന്നതാണ്. അല്ലാതെ അവളും ഇതുപോലെ ശേഖരിച്ച് വെച്ചിട്ടല്ല അവളും വന്ന് ലൈവിലിരിക്കുന്നത്. മനസ്സിലായോ? അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും. ദൈവജ്ഞാനം ദൈവമക്കൾക്ക് അത് കിട്ടത്തുള്ളൂ, ആ ഒരിത്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ഉള്ളയിൽ നല്ല ഫുഡ്, നമ്മൾ ബിരിയാണി അല്ല ചോറെങ്കിൽ ചോറ്, ഇറച്ചി ചിക്കനാണെങ്കിൽ ചിക്കൻ, അത് നല്ല എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. ഈ ശബത്ത് നമ്മൾ പ്രെയർ ചെയ്യുക, പാട്ടൊക്കെ പാടി യേശുവിനെ സ്തുതിച്ച് പാട്ടൊക്കെ പാടി ബൈബിളൊക്കെ വായിച്ചിട്ട് നമ്മൾ ഈ ചുറ്റിനിരിക്കുന്ന മക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ഈ ബൈബിളിനെ കുറിച്ച് വിവരിച്ച് കൊടുക്കുക മേശപ്പുറത്തിരുന്ന്. അപ്പോൾ ഫുഡൊക്കെ മേശപ്പുറത്തിരിക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം മൂത്തവരിൽ ആരോ ആണോ ഇത് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് യേശുവിൻ്റെ ഓർമ്മയ്ക്കായി, അപ്പോൾ അതിൽ ആ ഒരു അധ്യായം ബൈബിളിലുണ്ട് ഇത് ചൊല്ലുന്ന. അതിലെടുത്ത് നമ്മൾ ചൊല്ലുക, അപ്പം മുറിച്ച് എല്ലാവർക്കും കൊടുക്കുക, വൈന് കുടിച്ചിട്ട് എല്ലാവർക്കും ഇത് തന്നെ സിബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് യേശുവ പറഞ്ഞത് ചെയ്യാനായിട്ട്. അതാണ് ചെയ്യേണ്ടത്, നാച്ചുറൽ അതാണ്. യേശുവായിക്ക് ഇഷ്ടം. യേശു ഭൂമിയിൽ ശിഷ്യന്മാരായിട്ട് ചെയ്തുകൊണ്ടിരുന്നതും ഇതായിരുന്നു.
അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സത്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, അതായത് യേശുവായിൻ്റെ വരവെടുത്തു, ഇനി സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് യേശുവായിലേക്ക് രക്ഷപ്പെടുന്നവർ നിലനിൽക്കും. ഇല്ലാത്തവരെല്ലാം ഇനി വരാൻ പോണ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ കഠിനമായ ഇതാണ്. കാരണം വെച്ചാൽ വെളിപാട് പുസ്തകം ഇതൊക്കെ ഞാൻ കൊറോണയ്ക്ക് മുമ്പേ വായിച്ചിട്ടുണ്ട്. അന്ന് വെളിപാട് പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇങ്ങനെ യുദ്ധം നടക്കും, ക്ഷാമം നടക്കും, ഇതൊക്കെ ഇതുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഞാൻ ആവ പറഞ്ഞ് എത്ര സത്യമാണ്, ബൈബിളിൽ വെളിപാട് പുസ്തകത്തിൽ ഇതിങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ അപ്പോഴും ഓർക്കും. അതുപോലെ സംഭവിക്കുന്നുണ്ട്. അപ്പം മുന്നമേ യേശുവായിക്ക് അറിയാം ഇന്ന സമയത്ത് ഇന്നത് നടക്കും. യേശു മുന്നമേ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ ഇതുണ്ട്, കഠിനമായതാണ് വരുന്ന ക്ഷാമവും ഇതൊക്കെ വരാൻ പോകുന്നത്, ഭൂകമ്പങ്ങളും ഇനിയാണ് വരാൻ പോകുന്നത്. ഈ യേശുവ വരുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അതിൽ അവശേഷിക്കുന്നവർ, യേശുവ തിരഞ്ഞെടുത്തവർ മാത്രമേ കാണത്തുള്ളൂ. ബാക്കി എല്ലാവരും പോവും, ഇതിലൊക്കെ പെട്ടുപോകും. കുറേ പേര് കൊറോണ വന്ന് അങ്ങനെ പെട്ടുപോയുണ്ട്. എത്ര ജീവനാണ് പോയത്, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, യേശുവിലോട്ട് ആകാൻ ശ്രമിക്കുക, സത്യം തിരിച്ചറിയാൻ ശ്രമിക്കുക. തെറ്റായ വഴിയിൽ നിങ്ങൾ പോകരുത്. നിങ്ങൾ ആരുടെടുത്തും പോകണ്ട. നിങ്ങളുടെ കയ്യിൽ തന്നെ ബൈബിളുണ്ട്. അത് വായിച്ചാൽ നിങ്ങളെ യേശുവ അതിൽ നിന്നും കണ്ണും മനസ്സ് അങ്ങനെയാണ് എൻ്റെ കണ്ണും മനസ്സ് യേശുവ തുറന്നത്. ഞാൻ തിരിച്ചറിഞ്ഞത് ബൈബിൾ വായിച്ചു തന്നെയാണ് ഏകദേശം തിരിച്ചറിഞ്ഞ്. ബാക്കി റീന ഫ്രാൻസിസ് അവളുടെ ഇതിൽ നിന്നാണ് കൂടുതലും എനിക്ക് വിവരിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയത്. യേശുവായിക്ക് അറിയാം ഇനി ഇവൾക്കറിയാൻ ഇതുണ്ട്, മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന കൈകളിൽ കൊടുത്താലേ അവൾക്കത് ഇതാവത്തുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ആ കൈകളിലേക്ക് എന്നെ എത്തിച്ചത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ശബത്ത് ആചരിക്കുവാണ്. അത് നമുക്ക് ദൈവം തന്ന എനിക്ക് ഭയങ്കര സന്തോഷമെന്ന് വെച്ചാൽ യേശുവ എന്നെയും തിരഞ്ഞെടുത്തല്ല, എൻ്റെ കുടുംബത്തെയും. ഞാൻ എന്നും നന്ദി പറയാം. എൻ്റെ യേശുവ എന്നെ എൻ്റെ കുടുംബത്തെയും ഈ ശബത്ത് ആചരിക്കാൻ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്ന ആവാ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് വന്നിരുന്നിട്ട് ആബയ്ക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞ ആബ ഇന്നൊരു ദിവസം തന്നതിന് നന്ദി ആബ, ഞങ്ങൾക്ക് ഒരു സുപ്രഭാതം കൂടെ നമ്മൾ നന്ദി പറയണം. ഓരോ ദിവസം നമുക്ക് യേശുവ എന്തൊക്കെ തരുന്നു അതിന് നന്ദി പറയണം. നമ്മൾ ആവശ്യത്തിന് മാത്രം യേശുവിനെ ഉപയോഗിക്കരുത്. യേശുപ്പനെ നിങ്ങൾ സ്നേഹിക്കുക, എങ്കിലേ നിങ്ങൾക്കത് യേശുവിലേക്ക് രുചിച്ചറിയാൻ പറ്റുള്ളൂ അപ്പൻ ആരാണെന്ന്. എങ്കിൽ നിങ്ങൾ ഒരിക്കലും അപ്പനിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകില്ല. ചേർന്ന് നിൽക്കാനേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ചേർന്നാണ് നിൽക്കുന്നത്, എൻ്റെ അപ്പൻ്റെ കൂടെ ചേർന്നാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ റീനയും പറയും, ഇതുപോലെ റീനയും പറയും കേട്ടോ, ഞാൻ അപ്പനുമായിട്ട് ചേർന്നായിരിക്കുന്നത്. ഇതുപോലെ ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അപ്പം റീന ഒരു ദിവസം പറഞ്ഞായിരുന്നു ഞാൻ അപ്പനോട് സംസാരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആബാ ഞാൻ പറയുന്ന പോലെ തന്നെ റീനയും പറയുന്നു. ആബാ എന്തൊരു ചേർച്ചയാണ് ആവാ ഞങ്ങൾ എന്നൊക്കെ. സത്യം ഏകദേശം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുപോലെയാണ് മനസ്സിൽ ചിന്തിക്കുന്നത്, സംസാരിക്കുന്നതൊക്കെ. ഇന്ന് ആരാണ് യേശുവിൻ്റെ സുഖം അന്വേഷിക്കുന്നത് ഈ ലോകത്തിൽ? ആരുമില്ല. എൻ്റെ യേശുവ നമ്മളൊക്കെ സുഖമാണോ ആബ എന്ന് ചോദിക്കുമ്പോൾ യേശുവയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും. യേശുവ അല്ലേ കഴിച്ചോ, ആബ വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യേശുവയ്ക്ക് എന്ത് സന്തോഷമായിരിക്കും. എനിക്കിതിൽ കൂടുതൽ ഇനിയും പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്. ടൈമില്ല, സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ഞാൻ അടുത്ത ലൈവിൽ പറയാം. ഓക്കെ, കുറേശ്ശെ പറഞ്ഞു തരാം. നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങളെയൊക്കെ യേശുവ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ പറയാൻ നിങ്ങളുടെ അടുത്ത് ഈ ലൈവിൽ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത്. കാരണം എൻ്റെ ജീവിതത്തോട് ഇത്രയും വർഷം എനിക്ക് അങ്ങനെ തോന്നിയില്ല എനിക്ക് പറയാനായിട്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ സമയമുണ്ട് യേശുവായിക്ക്. അപ്പോൾ ഇപ്പോഴായിരിക്കും നിങ്ങളൊക്കെ ഇത് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ കഴിയുമെങ്കിൽ എന്നേക്കാൾ നല്ലത് അവൾ പറയുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. ആ കുട്ടി റീന ഫ്രാൻസിസ് ജെറുസലേം എന്ന് പറഞ്ഞ് അവളുടെ ലൈവ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അവൾ നന്നായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഓപ്പണായിട്ട് പറയും, അവൾ തെറി വരെ വിളിക്കും. കാരണം അങ്ങനെ ഉള്ളവർക്ക് നല്ല കൊടുക്കണം. യേശുവ തന്നെ ചാട്ടവാറെടുത്തിട്ടുണ്ട് അപ്പൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തതിന്. അപ്പോൾ യേശുവായിക്ക് ദേഷ്യം വന്നില്ലേ? അപ്പോൾ പിന്നെ അവൾക്ക് ദേഷ്യം വരാതിരിക്കുമോ അവളെക്കുറിച്ച് പറയുമ്പോഴും? മനസ്സിലായോ? അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടടുത്ത് നമ്മൾ കൊടുക്കണം. റാബ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ശിക്ഷിക്കേണ്ട മനുഷ്യരെ ശിക്ഷിക്കണം, പറഞ്ഞു കൊടുക്കേണ്ട മനുഷ്യരെ പറഞ്ഞു കൊടുത്ത് വളർത്തണം.
അപ്പം മക്കളെ തന്നെ നമ്മൾ ബൈബിളിൽ തന്നെ ഉണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്നെ തെറ്റാണ് അവർ ചെയ്യുന്നതെങ്കിൽ തെറ്റാണെങ്കിൽ അവരൊരു അടി കൊടുക്കുക, അടി കൊടുത്ത് വളർത്തുക, അടിച്ച് തന്നെ വളർത്തണം എന്ന് യേശോ പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? എങ്കിലേ അവർ ചെയ്യുന്ന തെറ്റാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ചിന്തിക്കും, അയ്യോ എൻ്റെ അച്ഛൻ എന്തിനാണ് എന്നെ അടിച്ചത്, അപ്പോൾ ഞാനിത് ചെയ്ത് തെറ്റായത് കൊണ്ടല്ലേ. അവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുക ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ തെറ്റ് ആവർത്തിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യേശോ പറയുന്നത്. അത് മുന്നമേ യേശോയ്ക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് മക്കളെ ശിക്ഷിച്ച് വളർത്തണമെന്ന് പറയുന്നത്. ശിക്ഷിക്കേണ്ടിടത്ത് ശിക്ഷിക്കുക, സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ബാക്കിയും കൂടെ കുറച്ച് പറയാം. അപ്പോൾ ഇത് ജ്യൂസ് അടിച്ച് കണ്ടല്ലോ. അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ച് കുടിക്കാൻ പോവുകയാണ്, ഒരു ഗ്ലാസ്. അപ്പോൾ ഞാൻ തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടൊന്ന്, ഈ ഒരു ഗ്ലാസ്സാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ. ഡെയിലി രാവിലെ 5 ദിവസം എടുക്കും. 5 ദിവസത്തേക്കേ കാണുള്ളൂ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും അടിക്കണ്ടല്ലോ നമുക്ക്. ക്യാരറ്റും ബീട്രൂട്ടും ഫ്രിഡ്ജിലാകുമ്പോൾ തണുപ്പോടെ അങ്ങ് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊരു ഗ്ലാസ്സാണ് ഡെയിലി രാവിലെ കഴിക്കുന്നത്. പിന്നെ സിയാഡ്, പിന്നെ മുന്തിരി വെള്ളം, അങ്ങനെ അതൊക്കെ ഇടയ്ക്കൊക്കെ ഇത് കഴിക്കാത്ത സമയത്ത് അതൊക്കെ കഴിക്കും. അപ്പം ഞാനിത് കുടിക്കാൻ പോവുകയാണ്. ഓക്കെ. ചുവയൊന്നുമില്ല കേട്ടോ. പുതിനയിലയില്ല, അതിൻ്റെ ഫ്ലേവറും കൂടെ എടുക്കുമായിരുന്നു. എൻ്റെ ഇല്ലാഞ്ഞിട്ട് നാരങ്ങയുടെ ഫ്ലേവറുണ്ട്, ഇഞ്ചിയുടെ നല്ല മണവും ഉണ്ട്. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ തണുത്തിട്ടില്ല, തണുക്കുമ്പോൾ ഇതിനേക്കാളും ടേസ്റ്റാണ്, കുടിക്കാൻ നല്ല ഇതായിരിക്കും. അപ്പോൾ ഓക്കെ. അപ്പം ഞാൻ ഇനി അടുത്ത ലൈവിൽ വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഉടനെ വരും, മറ്റന്നാൾ വരും. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി ഇതുപോലെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ആബയെ നിങ്ങൾ സ്നേഹിക്കുക, രുചിച്ചറിയുക. ആബയുടെ വരവെടുത്തു, അതൊക്കെ പറയാം. അപ്പോൾ കൂടുതൽ അറിവ് നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് അറിയണമെങ്കിൽ ബൈബിൾ വായിക്കുക. ബൈബിൾ വായിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ റീനയുടെ മെസ്സേജും കൂടെ ഒന്ന് കേൾക്കുക കേട്ടോ. ആ കുട്ടി പറയുന്നതൊക്കെ നിങ്ങൾ കാര്യമാക്കരുത്. അത് കൊടുക്കേണ്ടവർക്ക് ആ ലൈവിലിരുന്ന് അവളിനെ പറയുമ്പോൾ അവൾ അതിൻ്റെ വഴക്ക് കൊടുക്കുന്നതാണ്. ആ കുട്ടീന് തെറ്റായ രീതിയിലും നിങ്ങൾ കാണരുത്. അയ്യോ ആ കുട്ടി ഇങ്ങനെയാണോ, തെറി പറയുകയാണോ, അല്ലെങ്കിൽ വഴക്ക് പറയുകയാണോ എന്നൊന്നും കരുതരുത്. അവൾ നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ്, നല്ലൊരു കുട്ടിയാണ്. എനിക്ക് അവളുടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവളുടെ ലൈവ് നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ കാണുക. എന്നെക്കൊണ്ട് എനിക്ക് അറിവുള്ളത് ഞാനും പറഞ്ഞു തരാം. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് കേട്ടോ. അപ്പം നാളെ കാണാം നമുക്ക്. അപ്പോൾ എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് കാണാതിരിക്കരുത്. കഴിഞ്ഞ എപ്പിസോഡെല്ലാം നിങ്ങൾ കാണണം, അവസാനം വരെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യണം. എങ്കിലേ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, യേശുവിനെ കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. അതിലൊക്കെ ഞാൻ പറയുന്നുണ്ട് യേശുവിനെക്കുറിച്ച്, എനിക്ക് ചെയ്ത കാര്യങ്ങൾ. അപ്പം എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറന്നുപോയല്ലേ ബെല്ലൈക്കൺ അമർത്താനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവും ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ ബൈ.